ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിരുക്കുറൽ എന്ന അമൂല്യമായ കൃതിയാണ് നമ്മൾ പഠനത്തിനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും തമിഴ് ദിവ്യഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഈ പുസ്തകത്തിൽ 133 അധ്യായങ്ങളിലായി 1330 കുരളുകൾ, ഈരടികളാണുള്ളത്. 30ഓളം അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവസ്തുതി മുതൽ സത്യസന്ധത വരെയുള്ള 30 അധ്യായങ്ങൾ. ഇത് നമ്മൾ ക്രോധമില്ലായ്മ എന്ന് പറയുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട് തിരുക്കുറളിന്റെ ഭാഗം 1 ധർമ്മപ്രകരണം, ധർമ്മമാർഗത്തിന്റെ അധികാരം 31 വൈകുളായ്മയും കോപിക്കായിക അല്ലെങ്കിൽ ക്രോധമില്ലായ്മ, ആങ്കർ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും ക്ഷണിക്കുകയാണ്. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും ഈ തമിഴിലെ തൈമാസമാണ്, മലയാളത്തിലെ മകരമാസമാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ അവർ ശീലിച്ചു വരുന്ന ഒരു ഇതെന്ന് തിരുവള്ളുവരുടെ കാലം തൊട്ട് പുതിയൊരു വർഷമാണ് അവർ ആചരിച്ചു വരുന്നത്. തിരുവള്ളുവർ ആണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ അവരുടെ കലണ്ടറിലും ഗവൺമെന്റിന്റെ എല്ലാ കറസ്പോണ്ടൻസിലും തിരുവള്ളുവർ ആണ്ട് എന്ന് അത്രയും ഒരു പ്രാധാന്യം തിരുവള്ളുവറിന് അവര് തമിഴ് ജനത കൽപ്പിക്കുന്നുണ്ട്. മകരപ്പൊങ്കൽ, സൂര്യൻ ആണ് ഇതെല്ലാം നമുക്ക് തരുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, ഊർജത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യൻ. ആ സൂര്യൻ ഈ പറഞ്ഞ പോലെ ഭൂമിക്കും അതിലുള്ള ജീവജാലങ്ങൾക്കും 365 ദിവസവും അതിന്റെ കടമ നിർവഹിക്കുന്നുണ്ട്. സമയങ്ങളിൽ അത് ഉദിക്കുകയും അസ്തമിക്കുകയും കാലാവസ്ഥകളിലെ വ്യതിയാനം ഉണ്ടാക്കുകയും അതിന്റെ സഞ്ചാരപഥം കൊണ്ട് തന്നെ ഋതുക്കൾ ഉണ്ടാകുകയും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ആധാരമായിട്ടുള്ള ആ സൂര്യനെയാണ്, അത് പല ആചാരങ്ങളായിട്ട് പലതിലും പറയുന്നുണ്ട്. സൂര്യ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്, സൂര്യദേവൻ എന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അവന് സ്റ്റാർ എന്നുള്ള രീതിക്ക് തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നവഗ്രഹങ്ങളുടെ നായകനായിട്ടൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ വ്യൂവിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സൂര്യന്റെ സാന്നിധ്യം അവിടെ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള സൂര്യനെ വർഷത്തിലൊരിക്കൽ സൂര്യദേവൻ ദക്ഷിണായത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ആ മകരം 1-ന് എല്ലാ നന്മകളും തന്നു ചെല്ലുന്ന ആ സൂര്യനെ കർഷകർ മാത്രമല്ല, കർഷകരുടെ അധ്വാനം കൊണ്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജീവിച്ചു പോകുന്ന എല്ലാ മനുഷ്യരും നന്ദി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ അടുപ്പ് കൂട്ടി സൂര്യദേവന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും വെച്ചിട്ട് പൊങ്കൽ ഇട്ട് നിവേദിക്കുന്നതായിട്ടുള്ള ഒരു സങ്കല്പം. അത് ആദ്യ ദിവസം അങ്ങനെ മകരപ്പൊങ്കലായിട്ട് വരുന്നുണ്ട്. നമുക്ക് തന്നെ കേരളത്തിൽ മകരസംക്രാന്തി വരുന്നുണ്ട്, മകരവിളക്ക് വരുന്നുണ്ട്. അങ്ങനെ വളരെയധികം ആ ഒരു ദിവസത്തിന്, അതായത് സൂര്യൻ ദക്ഷിണായത്തിൽ നിന്നും ഉത്തരായണത്തിലേക്കുള്ള യാത്രയിൽ തുടങ്ങുന്ന ആ അവസരത്തിന് നന്ദി സൂചകമായിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. 2-ാം ദിവസം ഈ കർഷകനോടൊപ്പം തന്നെ എല്ലാ കാലങ്ങളിലും, രാവായാലും പകലായാലും ഒന്നും നോക്കാതെ അതിനോടൊപ്പം തന്നെ കൃഷിക്ക് പണ്ട് കാലത്ത്, ഇപ്പോഴത്താണ് ട്രാക്ടറും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പണ്ട് ഈ കന്നുകാലികൾ തന്നെയാണ് അദ്ദേഹത്തിന് ആശ്രയിക്കാനുള്ളത്. നിലം ഉഴുതുമറിക്കാനും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കൊയ്ത്തുകാലം കഴിഞ്ഞിട്ട് അത് മെതിക്കാനും അതിൽ നെല്ലും ഇതൊക്കെ മാറ്റാനും ഇതെല്ലാം വേണ്ടി കൂടെ നിൽക്കുന്ന ആ കന്നുകാലികൾക്ക് അതിനെയും ഒന്ന് ആദരിക്കുന്ന രീതിക്ക്, നന്ദി സൂചിപ്പിക്കുന്ന രീതിക്ക് അന്ന് 2-ാം ദിവസം, മകരം 2-ാം തീയതി മാട്ടുപ്പൊങ്കൽ എന്ന് പറയുന്നുണ്ട്. അതിന് ആ കന്നുകാലികളെ കുളിപ്പിച്ച് അലങ്കരിച്ച് അതിനെ ഹാരമൊക്കെ ഇട്ട് അതിനു വേണ്ടി പൊങ്കലിട്ട് അതിനെ നിവേദിക്കുന്ന ഒരു ചടങ്ങായിട്ട് പറയുന്നുണ്ട്. അന്ന് തന്നെയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മധുരയിലെ 3 ദിവസങ്ങളിൽ മകരം 1, 2, 3 അയനാപുരം, പാലമേട്, പിന്നെ അലങ്കനല്ലൂർ, ഈ 3 സ്ഥലങ്ങളിലും
ജല്ലിക്കെട്ട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ജല്ലിക്കെട്ട്. അവനവന്റെ പുരുഷത്വം അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ധീരത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാടിനെ ഒന്ന് പിടിച്ചടക്കുക, അതിന്റെ കൊമ്പിനെ പിടിച്ച് അതിന്റെ പുറത്ത് കയറിയിരിക്കുകയോ ആ കൊമ്പിൽ കെട്ടിയിരിക്കുന്ന എന്താണ് ഒരു സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത് അത് എടുക്കുകയോ ചെയ്യുന്നതാണ് അവനൊരു യോദ്ധാവായിട്ട് അന്ന് കണ്ടിരുന്നത്. അങ്ങനെ മാട്ടുപൊങ്കൽ വരുന്നുണ്ട്. 3-ാം ദിവസമാണ് കാണും പൊങ്കൽ എന്ന് പറയുന്നുണ്ട്. കാണും പൊങ്കൽ എന്ന് പറയുന്നുണ്ട്. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഇവരെല്ലാവരും കുടുംബസഹിതമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ ചെല്ലുകയും അവിടെ കണ്ടും രസിച്ചും കഴിയുന്നതാണ്. അന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് തിരുവള്ളുവർ ഡേ ആയിട്ടും ആചരിക്കുന്നത്. തിരുവള്ളുവർ ഡേ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തിരുവള്ളുവർ ഡേ എന്ന് 3-ാമത്തെ ദിവസം പറയുന്നുണ്ട്. ഇതിനൊക്കെ മുമ്പായിട്ട് തന്നെ പൊങ്കലിന്റെ തലേ ദിവസം പോഹി പണ്ടിക എന്ന് പറയുന്നുണ്ട്. അതായത് പഴയ സാധനങ്ങൾ വീട്ടിലുള്ളതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും വേണ്ടാത്തതൊക്കെ എല്ലാം എടുത്ത് അത് കത്തിച്ച് കളയുന്ന ഒരു, അല്ലെങ്കിൽ അതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പോഹി പണ്ടിക എന്നാണ് പറയുന്നത്. അതായത് പഴയതൊക്കെ പോകട്ടെ എന്നുള്ളതിലാണ്, പോയിട്ട് പുതിയത് നന്മ വരട്ടെ എന്നുള്ളതിലേക്കുള്ളതാണ്. അങ്ങനെ 4 തരത്തിലാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ഇന്നും ആ പൊങ്കൽ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മൾ തിരുക്കുറൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ബഹുളാമൈ, മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോധമില്ലായ്മ അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സന്യാസം ഇതിൽ പറയുമ്പോൾ തന്നെ ഒരു തികഞ്ഞൊരു സന്യാസിക്ക് ഗൃഹസ്ഥസ്ഥാനം വിട്ട് അടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ സൽഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് അദ്ദേഹം ഉപേക്ഷിച്ചാണ് വരേണ്ടത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്രോധം എന്നുള്ളത്. അതിൽ ആദ്യത്തെ കുറളിലേക്ക് കിടക്കാം. റൂളറിൽ പറയുന്നുണ്ട്, ആദ്യത്തെ 2 പറയുന്നുണ്ട്, ഈ പറയുന്നത് മലയാളത്തിൽ പറയുന്ന പോലെ എല്ലായിടത്തും ചിലവാകത്തില്ല, ഇവിടെ ചിലവാകില്ല നമ്മൾ പറയുന്ന പോലെ തന്നെ അത് ഫലിക്കില്ല എന്നുള്ള മീനിങ്ങിലാണ്. അത് എവിടേക്കാണ് ഫലിക്കും എവിടേക്കാണ് ഫലിക്കില്ല, ആ ദേഷ്യം കോപം എന്നുള്ളതാണ് തിരുവള്ളുവരുടെ ആദ്യമായിട്ട് പറയുന്നത്. ഖുറാൻ കോപത്തിന് കാരണമാകുന്ന കുറ്റം മറ്റൊരാളിൽ കാണുമ്പോൾ പോലും കോപിക്കാതിരിക്കുക, സമനില വെടിയാതിരിക്കുക, ഈ അവസ്ഥ എത്ര സമം എന്ന് പറയുന്നത്. അസത്യവും കാപട്യവുമാണ് കോപത്തിന് കാരണമായി തീരുന്നത്. അതിനാൽ സത്യസന്ധതയ്ക്ക് പിന്നിൽ ഈ അധികാരം ഇണക്കിയിരിക്കുന്നു. 1. ചെല്ലിടത്ത് കാപ്പാൻ ചിനം കാപ്പാൻ, അല്ലിടത്ത് കാക്കീൻ എൻ കാവാക്കാൽ എൻ. ഇനി വാക്കുകളായിട്ട് എടുക്കാം. ആദ്യത്തെ വരിയിലെ 3-ാമത്തെ വാക്ക് ചിനം, 2-ാമത്തെ വാക്ക് ആദ്യത്തെ വാക്ക് എടുക്കുകയാണ്, ചെല്ലിടത്ത്. ചിനം ചെല്ലിടത്ത് കാപ്പാൻ, കോപത്തെ, അത് തൻ്റെ കോപത്തെ അത് ഫലിക്കും എന്നുള്ളിടത്ത് കാപ്പാൻ, അടക്കുന്നവൻ മാത്രമേ, വീണ്ടും കാപ്പാൻ പറയുന്നുണ്ട്, ധർമ്മത്തിനാൽ കാക്കപ്പെടുകയുള്ളൂ. അതായത് തൻ്റെ ദേഷ്യം എവിടെയാണോ ഫലിക്കും അല്ലെങ്കിൽ അത് ചെല്ലാൻ അല്ലെങ്കിൽ അത് ഫലവത്താകും എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ദേഷ്യപ്പെടാതിരിക്കുന്നതാണ് ധർമ്മം. ആ ധർമ്മം അവനെ കാക്കും. അല്ലാതെ അല്ലിടത്ത്, അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളിൽ, അതായത് തൻ്റെ കോപം വില പോകാത്തിടത്ത്, തന്നേക്കാൾ അധികാരമുള്ളവരുടെ മുമ്പിലോ തന്നേക്കാൾ സമ്പന്നരായവരുടെ മുമ്പിലോ തന്നേക്കാൾ ഉയർന്നവരോ എല്ലാ കാര്യങ്ങളിലും ഉയർന്നവരായിട്ടിരിക്കുന്ന മുമ്പിലോ ദേഷ്യം കാണിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടോ, കാവാക്കാൽ നിയന്ത്രിക്കാതിരിക്കുന്നത് കൊണ്ടോ എന്താണ് ഒരു വിശേഷം? അതായത് തൻ്റെ ദേഷ്യം കൊണ്ട് മറ്റവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുള്ള സ്ഥാനത്ത് ആ ദേഷ്യം കാണിക്കാതിരിക്കുന്നതാണ് ധർമ്മം. അതല്ലാതെ അത് ഞാൻ ദേഷ്യപ്പെട്ടാലും ഒരു കാര്യം ഇല്ല എന്നുള്ളിടത്ത് ദേഷ്യപ്പെട്ടാൽ എന്ത്, പെട്ടില്ലെങ്കിൽ എന്ത് എന്ന് ഉള്ളവർ പറയുന്നത്. കോപം എവിടെയായാലും നന്നല്ല, കോപത്തെ അടക്കുന്നവൻ തന്നെയാണ് മഹാൻ. തൻ്റെ കോപം തീർച്ചയായും ഫലിക്കും എന്നിടത്താണ് അത് നിയന്ത്രിക്കേണ്ടത്. അതാണ് ആത്മനിയന്ത്രണം. തന്നിൽ ഇളയവരോട് കോപിച്ചാൽ അത് ഫലിക്കും. അവിടെയാണ് കോപിക്കാതെ സ്വയം നിയന്ത്രിച്ച് മഹത്വം ഭരിക്കേണ്ടത്. അതേസമയം തന്നേക്കാൾ ഉന്നതരായ വ്യക്തികളോട് കോപിക്കാനും കഴിയില്ല. സ്വന്തം ആദമന്യം ഒരു കാരണം. ആ കോപം പ്രയോജനരഹിതമാണ്.
എന്നത് മറ്റൊരു കാരണം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കോപത്തെ നിയന്ത്രിച്ചാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്, രണ്ടും തുല്യം. അതിനാൽ തന്നിൽ ഇളയവരോട് തോന്നുന്ന കോപത്തെ അടക്കുന്നതാണ് മഹത്വം. ഓക്കെ. തിരുക്കുറൾ സന്യാസാശ്രമ വിഭാഗത്തിലാണ് ഇത് പെടുക. ധർമ്മമാർഗം, അധികാരം 31, വെകുളാമൈ. അതിനെ മലയാളത്തിൽ കോപമില്ലായ്മ, ക്രോധമില്ലായ്മ, ക്ഷമ എന്നൊക്കെ നമുക്ക് മൊഴിമാറ്റം ചെയ്യാം. മിക്കവാറും എല്ലാ മനുഷ്യരെയും പിടികൂടിയിരിക്കുന്ന ഒന്നാണ് ഈ കോപം എന്നത്. ഇത് പറയുമ്പോൾ ഈ പാഠഭാഗം എത്രമാത്രം ആധികാരികമായി ധാർമ്മികമായി പറയാൻ എനിക്ക് അവകാശമുണ്ട് എന്നുള്ള സന്ദേഹം ബാക്കി വയ്ക്കുന്നു. എങ്കിലും പാഠഭാഗം വിവരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഇത് ഇരുതല വാള് പോലെയാണ്. അതിന് ബൈബിൾ നൽകുന്ന ഒരു ആനുകൂല്യം ഇങ്ങനെയാണ്: കോപിച്ചു കൊള്ളുക, മറിച്ച് പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കും മുമ്പ് നിന്റെ എല്ലാ തരത്തിലുള്ള അതിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ രമ്യപ്പെട്ട് അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. യേശു കോപിച്ച 2 സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ. ഒന്ന്, ജെറുസലേം ദേവാലയം വളരെ മോശപ്പെടുത്തിയപ്പോൾ അതിലുണ്ടായ രോഷം യേശു പ്രകടിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ മലിനമാക്കിയാൽ ആ രീതിയിലാണ് അത് പ്രകടിപ്പിക്കുക. മറ്റൊന്ന്, തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയിൽ പറയുന്നുണ്ട്, ആ അധികാരിയോട് പറയുന്നതാണ്, ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കൂ എന്ന് വളരെ ശക്തമായ ഒരു ഭാഷ പ്രയോഗിക്കുന്നുണ്ട്. ഇതാണ് എനിക്കൊരു ആമുഖമായിട്ട് ഈ പാഠഭാഗത്തെ കുറിച്ച് എൻ്റെ വേർഷനിൽ പറയാനുള്ളത്. ഖുറൽ 301, ചെല്ലിടത്ത് കാപ്പാൻ ചിനം, കാപ്പാൻ അല്ലിടത്തു, കാക്കിൻ എൻ, കാവാക്കാൽ എൻ. അതിൻ്റെ ഒരു മലയാള ശ്ലോകം: ചെല്ലുന്ന കോപം തടുക്ക, ചെല്ലാത്തിടം കാക്കിലെന്തായിലെന്തേ. കോപമുണ്ടാകുമ്പോൾ തന്നെ കോപത്തെ നിയന്ത്രിക്കുന്നവനാണ് സ്വസ്ഥതയുള്ളവൻ. മറ്റു സമയങ്ങളിൽ കോപത്തെ ചെറുക്കുന്നതോ നിയന്ത്രിക്കുന്നതും ആണവൻ. വലിപ്പ ചെറുപ്പമില്ലാതെ നടത്തേണ്ടുന്ന ഒന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ, പോലീസുകാരന്റെ മുമ്പിൽ, വലിയ അധികാരിയുടെ മുമ്പിൽ ചിലപ്പോൾ കോപിക്കുന്നില്ല. തന്നേക്കാൾ താഴെ എന്ന് തോന്നുന്നയാളിന്റെ മുമ്പിൽ കോപിക്കുന്നു. അതും ശരിയല്ല. ഫലിക്കുന്നിടത്ത് കോപമടക്കുന്നവൻ ക്ഷമിപ്പവൻ, മറ്റിടത്ത് ക്ഷമിച്ചാലും അല്ലേലും പാപമൊന്നുതാൻ. ഓവർ. Thank you, sir. Tirukkural, chapter 31, Restraining Anger. Kobam Adakkal. This chapter emphasizes importance of controlling anger and highlights the negative consequences of succumbing to it. See some key points. Number 1, anger leads to destruction. Yielding to anger harms oneself and others. It destroys relationships, peace, and sound judgment. Forgiveness is strength.
Restraining anger and forgiving wrongdoers is a sign of true strength and wisdom. Patience brings rewards. Practicing patience and staying calm in the face of provocation leads to long-term benefits. Anger should be avoided at all costs. A person who avoids anger and maintains composure gains respect and happiness. Self-restraint as a virtue. Controlling one's emotions, especially anger, is essential for a virtuous and harmonious life. Verse 301. The unreputed is one who controls anger while it is to be angry. On other times, what is resisting or not controlling anger. Just as the earth bears those who dig into it, a person should endure insults and remain steadfast. This Quran teaches us to practice patience and tolerance, even when faced with criticism or insult. Enduring such challenges without retaliating shows true strength and wisdom. A young woman named Meera worked in a busy office where one of her colleagues, Arjun, constantly criticized her ideas. Instead of retaliating, Meera stayed calm, refined her work, and let her results speak for themselves. Over time, the management noticed Meera's composed nature and excellent work ethic. Arjun eventually apologized, realizing his negativity only made him unpopular, while Meera's patience earned her success and respect. Modern takeaway: learn to stay calm and composed even when others criticize or provoke you. Just like the earth supports everyone, including those who harm it, patience demonstrates inner strength. Thank you. Over. ചെല്ലിടത്ത് കാപ്പാൻ ചിനം കാപ്പാൻ അല്ലിടത്ത് കാക്കിൻ എൻ കാവാക്കൽ എൻ. 302. ചെല്ലായിടത്ത് ചിരം തീത് ചെൽവിടത്തും ഇൽ അതിനിൻ തീയ പിറ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഒരു ഇതിൽ തന്നെയാണ് ഒന്നുകൂടി കവി വേറെ രീതിക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ ദേഷ്യം ഫലിക്കുന്നിടത്ത് നമ്മൾ കാണിക്കാതിരിക്കുക, എവിടെയാണ് ഫലം കിട്ടാതിരിക്കുന്നിടത്തും കാണിക്കാതിരിക്കുക. ഇവിടെ ആ ആദ്യത്തെ വരിയിലെ എല്ലായിടത്ത് ചിനം തീത്, ചിനം ആദ്യം എടുക്കുക, ചിനം, എന്നിട്ട് ആദ്യത്തെ വാക്ക് ചെല്ലായിടത്ത്, ചിനം ചെല്ലായിടത്ത് തീത്. കോപം തന്നേക്കാൾ വലിയവരോട് വില പോകാത്തിടത്ത് അത് ഉണ്ടാക്കുന്ന പക്ഷം തീത്, അത് തനിക്ക് തന്നെ വിനാശകരമായി തീരുന്നു. ചിനം ചെല്ലായിടത്ത് തീത്, തൻ്റെ ദേഷ്യത്തിന് വില പോകില്ല എന്നിടത്ത് ദേഷ്യം കാണിച്ചാൽ അത് അവനവന് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് തീരും. മറിച്ച് ചെല്ലിടത്ത്, തന്നിലും എളിയവരോട് ഫലിക്കും എന്നുള്ളിടത്ത് അത് ഉണ്ടാകുന്ന പക്ഷം അതിനിൻ, ആ കോപത്തേക്കാൾ തീയെ പാപമായി പിറ മറ്റൊന്നും ഇല്ല തന്നെ. തന്നേക്കാൾ വലിയൊരിടത്ത് ദേഷ്യം കാണിച്ചാൽ അത് തനിക്ക് തന്നെ തിന്മ ഉണ്ടാകും, അല്ലെങ്കിൽ ദോഷം ഉണ്ടാകും. അതേസമയത്ത് തന്നേക്കാൾ താഴ്ന്നവരോട് എളിയവരോട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അതൊരു പാപകർമ്മമായിട്ട് മാറും. അവൻ രണ്ടും അവനവന് ദോഷം തന്നെയാണ് എന്ന് കബീർ പറഞ്ഞു. തന്നേക്കാൾ വലിയവരോട് കോപിച്ചു പോയാൽ
അത് തനിക്ക് തന്നെ വിനയായി തീരും. തന്നേക്കാൾ എളിയവരോടാണ് കോപിക്കുന്നതെങ്കിൽ അതൊരു പാപകർമ്മമാകയാൽ അതിനേക്കാൾ വലിയൊരു ദോഷം വരാനുമില്ല. ആകയാൽ വലിയവരോടും എളിയവരോടും കോപം പാടില്ല. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 1 ധർമ്മപ്രകരണം അധികാരം 31 വികുളാമയി കോപിക്കായിക. വലിയോരിൽ കോപിക്കൽ ദോഷം, ചെറിയോരിൽ അതിനേക്കാൾ മറ്റില്ല പാപം. തമിഴ് വേദം എന്നറിയപ്പെടുന്ന തിരുക്കുറളിലെ 133 അധ്യായങ്ങളിലായി 1333 ഈരടികൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ 31ാമത്തെ ഈ അധ്യായത്തിൽ കോപത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. തന്നെക്കാൾ ഉയർന്ന ഒരാളിനോട് കോപിക്കുന്നത് അവനവന് തന്നെ ദോഷമുണ്ടാക്കും. അതുപോലെ തന്നെക്കാൾ താഴ്ന്നവരോട് കയർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് താനും. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ മേലുദ്യോഗസ്ഥനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ അനന്തരഫലം എന്താകും? നമ്മേക്കാൾ ഉയർന്ന തലത്തിലിരിക്കുന്നവരോട് വാക്കുതർക്കം നടത്തുക വഴി നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നത് നിശ്ചയം തന്നെയാണ്. കോപം മനുഷ്യൻ സ്വയം വരുത്തിവെക്കുന്ന വികാരമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നാം കോപാകുലരാകുന്നത്. ദേഷ്യത്തോടെ സംസാരിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. കാരണം എല്ലാ പേരും പറയുന്നതും പ്രവർത്തിക്കുന്നതും അവരവരുടെ ശരികളാണ്. അതുകൊണ്ട് തന്നെ ഒരാളോട് കോപാകുലനായി സംസാരിക്കുക വഴി സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയും. കോപം ഉഗ്രാവസ്ഥയിൽ എത്തുമ്പോൾ ചിത്തഭ്രമം വന്നയാളിനെ പോലെ പെരുമാറും. അത് സമൂഹത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിന് ക്ഷീണം ഉണ്ടാകുമെന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഏത് സന്ദർഭങ്ങളിൽ ആയാലും വളരെ ശ്രദ്ധാപൂർവം കോപത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിജയവും അംഗീകാരവും ലഭിക്കുന്നത്. ഗാന്ധിജിയുടെ അഹിംസാ മാർഗമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നേതൃസ്ഥാനത്തിരുന്ന അദ്ദേഹത്തിന്റെ ശാന്ത സ്വഭാവം അണികളിലും ശത്രുക്കളിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. യുദ്ധഭൂമിയിൽ എതിർപക്ഷത്തോട് കോപാകുലനായി പ്രവർത്തിക്കാനല്ല, മറിച്ച് തന്റെ ഉപദേശങ്ങളിലൂടെ തന്റെ കർത്തവ്യം നിർവഹിക്കാനാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഖുറാനിൽ അധ്യായം 75 ഓരോ വ്യക്തിയും താൻ സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടവനാകുന്നു. വലിയോരിൽ കോപിക്കൽ ദോഷം, ചെറിയോരിൽ അതിനേക്കാൾ മറ്റില്ല പാപം. താങ്ക് യു. എല്ലായിടത്ത് ചീനം തീതു ചെല്ലിടത്തും ഇൽ അത് നിൻ തീയപ്പിറ. It is harmful to show anger to the strong. Even to the meek there is no bigger mistake. 303. അടുത്ത കവി പറയുന്നു, ആരോടൊക്കെ ദേഷ്യം കാണിക്കാൻ പാടില്ല എന്നുള്ളതിന് പറയുന്ന നീ ആരോടും കാണിക്കരുത് എന്നുള്ളതല്ലാണ് പറയുന്നത്. മറത്തൽ വെവിളിയെ യാർ മാട്ടും തീയെ പിറത്തൽ അതനാൻ വരും. എന്തുകൊണ്ടെന്നാൽ മറത്തൽ വെവിളിയെ യാർ മാട്ടും തീയെ മറത്തൽ അതനാൻ വരും. തമിഴിൽ പറയുന്നത് യാരിടത്തിലും സിനം കൊള്ളാமல் அதை மறந்து விட வேண்டும். தீமையான விளைவுகள் அந்த சினத்தாலேயே ஏற்படும். ഇതില് ആദ്യത്തെ വരിയിലെ 3ാമത്തെ വാക്ക് ആദ്യം എടുക്കുക. യാർ മാട്ടും, ആരോട് തന്നെയായാലും. അതായത് 3 ആൾക്കാരെ പറയുന്നുണ്ട്. ഒന്ന്, തന്നേക്കാൾ ഉന്നതന്മാർ, തനിക്ക് സമന്മാർ, തന്നിലും എളിയവർ. ഇങ്ങനെയുള്ള 3 കൂട്ടരോടും. രണ്ടാമത് വാക്കെടുക്കണം വെകുളിയെ, കോപത്തെ. ആദ്യത്തെ വാക്ക് മറത്തൽ, മറന്നു കളയുകയാണ് വേണ്ടത്. കാരണം അതനാൻ, അടുത്ത വരിയിലെ ആദ്യത്തെ വാക്ക് അതനാൻ വരും. ആ കോപം നിമിത്തമായി ആദ്യത്തെ വരിയിൽ 4ാമത്തെ വാക്ക് തീയെ വരും. തിന്മയാണ് വരുന്നത്, അത് ഉണ്ടായേ തീരും. അതുകൊണ്ട് ഈ 3 പേരോടും
ദേഷ്യം കാണിക്കാൻ പാടില്ല എന്ന് പറയും. ആരോട് തന്നെയായാലും തന്നെക്കാൾ ഉന്നതന്മാർ, തനിക്ക് സമന്മാർ, തന്നിലും എളിയവർ, ഇങ്ങനെയുള്ള 3 കൂട്ടരോടും കോപത്തെ മറന്നു കളയുകയാണ് വേണ്ടത്. കാരണം ആ കോപനിമിത്തമായി തിന്മകൾ മാത്രമേ ഉണ്ടായി തീരൂ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് 4 നമ്മുടെ ചരിത്രത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് ദേഷ്യത്തിനുള്ള ഉദാഹരണങ്ങളായിട്ട്. ഒന്ന്, നമ്മുടെ സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രീസിലുള്ള ഒരു തത്വജ്ഞാനിയാണ്. അദ്ദേഹത്തെ അടുത്ത് ഒരു ജോത്സ്യനൊരുക്കം വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ പറയുകയാണ്. ഓക്കെ, അദ്ദേഹം അതിന് സമ്മതിച്ചു. ആ ജോത്സ്യൻ പറഞ്ഞു, നിങ്ങൾ മുൻകോപിയാണ്, പിടിവാശിക്കാരനാണ്, അത്യാഗ്രഹിയാണ്, എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുപോയി. അത് കേട്ടുകൊണ്ടിരുന്ന സോക്രട്ടീസിന്റെ ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നു. അവർ വിചാരിച്ചു സോക്രട്ടീസിനും അങ്ങനെ തന്നെ ആയിരിക്കും, ദേഷ്യം വരും എന്നുള്ളതിൽ. പക്ഷേ സോക്രട്ടീസ് വളരെ ശാന്തനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ജോസിനോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അത്രയും സ്വഭാവങ്ങൾ മുൻപ് എന്നോട് ഉണ്ടായിരുന്നു, ഇപ്പോ അതിനൊക്കെ ഞാൻ അതിജീവിച്ച് നല്ല സ്വഭാവങ്ങളെ ഞാൻ ശീലിച്ചു വരികയാണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവ ഇനിയും എൻ്റെ മുഖത്ത് നിന്നും മാഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നത് എന്ന് വളരെ ലഘുവായിട്ട് പറഞ്ഞു വെച്ചു. ഇനി അപ്പം ദേഷ്യം എന്നുള്ള സമയത്ത് ഉണ്ടാകുന്ന ഒരു മുഖഭാവത്തെയും അവിടെ എടുത്തു പറയുന്നു. അടുത്തത്, ശിവാജിയുടെ ഗുരുവായിരുന്നു രാമദാസർ. ഒരു ദിവസം അദ്ദേഹം ഭിക്ഷ ചോദിച്ച് ഓരോ വീടുകൂടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ വാതിക്കൽ ആ സ്ത്രീ വന്നിട്ട് ചാണകമിട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാമദാസർ ഭിക്ഷ ചോദിച്ചതും അവർക്ക് ദേഷ്യത്തിൽ കയ്യിലിരുന്ന ആ ചാണക തുണി, ആ തുണിയെ എടുത്ത് അദ്ദേഹത്തിന്റെ പുറത്തെറിഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ദേഷ്യപ്പെട്ട് ആ സ്ത്രീയെ എന്തെങ്കിലുമൊക്കെ അസഭ്യം പറഞ്ഞു പോയാണ്. പക്ഷേ രാമദാസർ അതൊന്നും പറയാതെ ആ സമയത്തിലോട്ട് പോയിട്ട് ആ തുണിയെ നന്നായിട്ട് വൃത്തിയാക്കി അതിലുണ്ടായിരുന്ന ആ ഓരോ നൂലിനെയും എടുത്ത് തിരികളാക്കി അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുകയും ആ സ്ത്രീക്ക് വേണ്ടി നന്മ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി ഒന്നുകൂടി പറയുന്നുണ്ട്, ബെൽജിയം രാജ്യത്ത് ഒരു വളരെ പ്രസിദ്ധിയുള്ള ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു, മാറ്റർലിങ്ക്. ഇദ്ദേഹത്തിന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കുറുക്കെ വന്ന് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്താൽ അങ്ങനത്തെ വല്ലാത്ത ദേഷ്യം വരും. അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ ഇല്ല, പുറത്തു പോയിരിക്കുകയായിരുന്നു. അന്നേരം ഒരു ബുദ്ധിമുട്ടില്ലാതെ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കള്ളൻ വളരെ സാമർത്ഥ്യമായിട്ട് വീട്ടിനകത്ത് കയറി ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകും. അതുപോലും അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു. വെളിയിൽ പോയിട്ട് വന്നിരുന്ന ഭാര്യ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ച് വീട്ടിനകത്തോട്ട് ചെന്ന് തന്റെ മുറിയിൽ ചെന്നപ്പോഴാണ് ആകെ അമ്പരന്ന് പോകുന്നത്. അലറി വിളിച്ചുകൊണ്ട് ഓടി വന്നു, ആരോ വീട്ടിനകത്ത് കയറി എന്റെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി, നിങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് അവര് ദേഷ്യത്തില് ഇങ്ങനെ അലറി. ഭാര്യയുടെ ഈ അലറൽ കേട്ടിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കള്ളൻ അയാളുടെ ജോലി ചെയ്തു, എനിക്ക് ഒരു ഉപദ്രവവും തന്നില്ല, ആ കള്ളന്റെ ഒരു മര്യാദ പോലും നിനക്ക് അറിയുന്നില്ലല്ലോ എന്ന് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുകയും ചെയ്തത്. അത് മാറ്റർലി. ഇനി ഒരു ഇതും കൂടി പറയുന്നുണ്ട്, 93.
അത് ദേഷ്യത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ചൈനയിലെ ഒരു മതഗുരുവായിരുന്നു ലാവോസ്. അയാളും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു വ്യക്തി വളരെ ദേഷ്യത്തിലും അദ്ദേഹത്തിന് യോജിക്കാത്ത തരത്തിലുള്ള അസഭ്യ വാക്കുകൾ പറയുകയായിരുന്നു. ഇതെല്ലാം കേട്ടിരുന്ന ആ മതഗുരു ചോദിച്ചു, മോനെ, നീ പറഞ്ഞൊക്കെ തീർന്നോ, അതോ ഇനിയും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വളരെ സാവധാനത്തോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ആ വ്യക്തിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാതെ അയാളും പോയി. അടുത്ത ദിവസം അതേ വ്യക്തി തന്നെ അദ്ദേഹത്തെ കണ്ട് മാപ്പ് അപേക്ഷിച്ചു. ഗുരു വളരെ മന്ദസ്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഒരു മരത്തിന്റെ അടിയിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ കാറ്റോ മഴയോ പെയ്യുന്നു വെച്ചോളൂ. അപ്പോ ഒരു ആ മരത്തിന്റെ ഒരു ശാഖ മുറിഞ്ഞ് നമ്മുടെ തലപ്പുറത്ത് വീഴുകയാണെങ്കിൽ അതിന് മരമാണോ കുറ്റവാളി അതോ കാറ്റാണോ കുറ്റവാളി? അതേപോലെ തന്നെയാണ് ഏതോ ഒരു കാരണം കൊണ്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇന്നലെ നിനക്ക് വന്ന ദേഷ്യത്തിൽ എന്നെ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞു. ഇവിടെ ദേഷ്യമാണ് കുറ്റവാളി, അല്ലാതെ നീ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവന്റെ തെറ്റ് മനസ്സിലായി, അവൻ മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ 4 സംഭവങ്ങളാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് ഇവിടെ സൂചകമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഖുറൽ 303 മറത്തൽ വെകുളിயை யார் மாட்டும் തീയ പിറത്തൽ അതനാൻ വരും. മറക്കേണം ആരോടും കോപം, ദുരന്തം പിറിപ്പിക്കലേ അതിൻ ലാഭം. മനസ്സിന്റെ നിയന്ത്രണം അഥവാ സംയമനം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്ത ഫലമാണ് കോപം. ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നിങ്ങൾ കോപിക്കുന്നതെങ്കിൽ സൂക്ഷിക്കുക, അത് മറ്റൊരു പ്രശ്നത്തിന്റെ തുടക്കമാകുന്നു. കോപം ഒന്നിനും പരിഹാരമല്ല. കോപത്തിന് കാരണമാകുന്ന ഒരു കുറ്റം മറ്റൊരാളിൽ കാണുമ്പോൾ പോലും കോപിക്കാതിരിക്കുക, സമനില കൈവിടിയാതിരിക്കുക, ആ അവസ്ഥയത്രേ ശമം. എവിടെയൊക്കെയോ ഉള്ള അസത്യവും കാപട്യവുമാണ് കോപത്തിന് കാരണം. കോപത്തെ ചികിത്സിക്കുന്നതിന് മുൻപ് അതിന്റെ കാരണങ്ങളെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതം അക്രോധത്തിന്റെ ഗുണത്തെ ആവർത്തിച്ച് ഊന്നി പറയുന്നു. ഉദാഹരണത്തിന് ആദിപർവത്തിൽ അത് ഇപ്രകാരം പറയുന്നു: തെറ്റ് ചെയ്താൽ തിരിച്ചു തെറ്റ് ചെയ്യരുത്. ഒരുവന്റെ കോപം കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അവനെ തന്നെ ദഹിപ്പിക്കും. കീഴ്പ്പെടുത്തിയാൽ അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പുണ്യങ്ങൾ സംഭരിക്കുന്നു. ക്രൂരമായ വാക്കുകളാൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. നിന്ദ്യമായ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ശത്രുക്കളെ ഒരിക്കലും പരാജയപ്പെടുത്തരുത്. വനപർവത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യരാശിയുടെ നാശത്തിന്റെ മൂലകാരണം കോപമാണ്. കോപാകുലനായ മനുഷ്യൻ പാപം ചെയ്യുന്നു. കോപാകുലനായ മനുഷ്യൻ തന്റെ ആചാര്യനെ പോലും കൊല്ലുന്നു. കോപാകുലനായ ഒരു മനുഷ്യൻ പരുഷമായ വാക്കുകളാൽ അധിക്ഷേപിക്കുന്നു. കോപാകുലനായ മനുഷ്യന് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാതിരിക്കേണ്ടതെന്നും വേർതിരിച്ചറിയാൻ കഴിയില്ല. കോപാകുലനായ ഒരു മനുഷ്യന് പറയാനും ചെയ്യാനും കഴിയാത്തതായി ഒന്നുമില്ല. കോപത്തിൽ നിന്ന് ഒരു മനുഷ്യൻ കൊല്ലപ്പെടാൻ പാടില്ലാത്തവനെ കൊല്ലുകയും കൊല്ലപ്പെടേണ്ടവനെ ആരാധിക്കുകയും ചെയ്യും. കോപാകുലനായ ഒരു മനുഷ്യൻ സ്വയം യമന്റെ വാസസ്ഥലത്തേക്ക് പോലും കയറി ചെന്നേക്കാം. ഈ തിന്മകൾ കണ്ടാൽ കോപത്തെ ജയിക്കുക തന്നെ വേണം. തിരുക്കുറൾ ധർമ്മമാർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സന്യാസാശ്രമം അധികാരം 31 വികുളാമൈ എന്ന ഭാഗത്തിൽ ഖുറൽ 303 കോപം മറക്കണമെന്നും കോപത്തിന്റെ ഫലം ദുരന്തമാണെന്നും മാനവരാശിയെ ഓർമ്മപ്പെടുത്തുന്നു. മറക്കണം ആരോടും കോപം, ദുരന്തം പിറപ്പിക്കലേ അതിൻ ലാഭം. താങ്ക് യു. Thank you, ma'am. Verse 303. Don't be angry to anyone if possible. Forget it, otherwise
many dangers will happen. Instead of reacting to the wicked with anger, it is better to let go of one's rage through a conscious decision. It is wise to release anger rather than holding into it, especially when dealing with malicious individuals. Harboring anger can harm one's peace of mind, while letting it go ensures mental clarity and growth. In our daily life, let go of anger consciously rather than letting it dominate your actions. Anger harms you more than it affects others. Ravi was driving home when another driver cut him off, nearly causing an accident. Ravi was furious and wanted to chase the driver and confront him. But he paused, took a deep breath, and decided to let it go. Later, he realized how avoiding an angry reaction saved him from unnecessary stress and possibly dangerous escalation. Ravi learned that releasing anger made him feel lighter and more in control of his emotions. Thank you, sir. മറത്തൽ വെകുളിയെ യാമാട്ടും തീയ പിറത്തൽ അതനാൽ വരും. 304. നഗയും ഉവകയും കൊല്ലും സിനത്തിൻ പകയും ഉളവോ പിറ. മുഖമലർച്ചയും அகமலர்ச்சியும் போல்கின்ற சினத்தை விட ஒருவனுக்கு பகையானவை வேறு உள்ளனவோ. ആദ്യത്തെ വാക്ക് നഗയും. നഗை എന്ന് പറയുന്നാല് രണ്ട് അർത്ഥം വരുന്നുണ്ട്. ഒന്ന് നഗை എന്ന് പറഞ്ഞാല് പുന്നഗൈ, പുഞ്ചിരി. അതിന്റെ ആദ്യത്തെ ഇത് വിട്ടിട്ടാണ് നഗை എന്നുള്ള വാക്ക് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നഗை, നഗൈത്തൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരിടത്തും പറയുന്നുണ്ട് ഇടുക്കൻ വരുക എന്ന് പറയുക. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ചിരിച്ചു കളയുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നഗை എന്ന് പറഞ്ഞാൽ ചിരിക്കുക. പിന്നെ നഗை എന്ന് പറഞ്ഞാല് ആഭരണം എന്ന് പറഞ്ഞുണ്ട്, അല്ലെങ്കിൽ ആ സ്വർണ്ണ ആഭരണങ്ങളെയും നഗை എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ഇത് വരുന്നുണ്ട്. ഇവിടെ നഗை എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നത് മന്ദസ്മിതം എന്നുള്ള ആളൊക്കെയാണ്, പുഞ്ചിരി എന്നുള്ളത്. ഉവഹയും അത് മുഖത്തിലുള്ള പുഞ്ചിരിയും മനസ്സ് സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊവഹൈ. ഊഹ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറഞ്ഞാല് സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളതാണ്. ഈ രണ്ടാണ് അവിടെ കവി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നഗയും ഉവകയും കൊല്ലും സിനത്തിൽ പകയും ഉളവോ പിറ. വളരെ ലഘുവായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിക്ക് പറയുന്നുണ്ട്. നഗയും മുഖത്ത് വിരിയുന്ന അനുഗ്രഹമായ മന്ദസ്മിതവും, ഊഹയും മനസ്സിൽ നിലാവ് പെയ്യുന്ന ആനന്ദവും, കൊല്ലും പിന്നീട് ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ നശിപ്പിച്ച് കളയുന്ന ചിനത്തിൻ കോപത്തിനേക്കാളും കഠിനമായ പകയും, പക ശത്രു, പിറവുളവോ മറ്റൊന്നുണ്ടോ. അത് മുഖത്തിലുള്ള പിന്നെ ആ മന്ദസ്മിതവും മനസ്സിന്റെ ഉള്ളിലുള്ള ആ സന്തോഷത്തിനെയും അപ്പാടെ തകർത്ത് കളയുന്ന ദേഷ്യത്തിനേക്കാളും വലിയൊരു ശത്രു വേറെ ആരെങ്കിലും വേണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നാണ് കവി ലഘുവായിട്ട് നമ്മൾ ചോദിക്കുന്നത്. മുഖപ്രസാദമായ അകളങ്ക സ്മിതയും ചിത്തപ്രസാദമായ സ്നേഹഭാവത്തെയും പാടെ നശിപ്പിക്കുന്നതാണ് കോപം. അതിനേക്കാൾ കൊടിയ വൈരി അല്ലെങ്കിൽ ശത്രു വേറെയില്ല. ശ്രീകുമാരി മാം. ഇല്ല മാഡം, ഇല്ലല്ലോ. ഉണ്ട്, ഞാൻ ഉണ്ട്. 34. നഗയും ഉവൈകയും കൊല്ലും ചീനത്തിൽ പകയും ഉളവും പിറ. സ്മിതവും പ്രസാദവും കൊല്ലുന്ന കോപത്തിൽ പകയേക്കാൾ അന്യമൊന്നുണ്ടോ.
എല്ലാത്തിനും നാശകാരണമായിട്ടുള്ളതാണ് കോപം. നാശത്തിന്റെ മൂല കാരണം കോപമാണ്. അതാണ് ഇവിടെ പറയുന്ന കാര്യം. പുഞ്ചിരിക്കുന്ന മനസ്സ്, സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, മനസ്സിൽ നിലാവ് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം കോപത്തെ നശിപ്പിക്കുന്നതാണ്. കോപത്തേക്കാൾ വലിയ ശത്രു വേറെയില്ല. ആത്മാവിന്റെ ശാന്തിയെയും സൗഖ്യത്തെയും നശിപ്പിക്കുന്ന ഒരു ശത്രു തന്നെയാണ് കോപം. ശാന്തി എന്ന് പറയുന്നത് സമാധാനം. എന്നാൽ അത് സന്തോഷം തരുന്ന നന്മയാണ്. ഒരുവന്റെ ഐശ്വര്യത്തെയും ആനന്ദത്തെയും നശിപ്പിക്കുന്ന കോപത്തെ പോലെ വെറുക്കുന്ന മറ്റൊരു കർമ്മവും ഇല്ല തന്നെ ലോകത്ത്. ലോകത്തിലെ ജനങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സുഖസന്തോഷങ്ങളും ഉണ്ടാകണമെന്ന് എങ്കിൽ ആ ശാന്തിയാണ് വേണ്ടത്. ശാന്തി എന്ന നന്മ ഉണ്ടെങ്കിൽ മറ്റെല്ലാ നന്മകളും നിറഞ്ഞു തുളുകും. അതിനാൽ എല്ലാ സൽഗുണങ്ങളെയും സൃഷ്ടിക്കുന്ന കോപം എവിടെയാണ് ദേഷ്യം? തന്റെ ദേഷ്യത്തിന് യാതൊരു വിലയും. ദേഷ്യത്തെ അടക്കുക. സമാധാനവും സന്തോഷവും എവിടെയുണ്ടോ അത് നാം അനുഭവിക്കുക. ഒരാൾ നമ്മോട് ദേഷ്യം വരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി ചെയ്താലും നാം അതിനെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ. കോപകർമ്മത്താൽ ജീവിതം ദുസ്സഹമാണ്. വലിപ്പച്ചെറുപ്പമോ സമപ്രായക്കാരിലോ കോപം ശരിയല്ല. അത് സ്നേഹവും സന്തോഷവും ദുഃഖം തരും. താങ്ക് യു സർ. നഗയും ഉവകയും കൊല്ലും ചിനത്തിൽ പകയും ഉളവോ പിറ. Is there any bigger foe to man than anger, which destroys the grace of face and peace of mind? 305. തന്നെത്താൻ കാക്കിൻ സിനം കാക്ക, കാവാക്കൽ തന്നെയെ കൊല്ലും സിനം. ഇനി അടുത്ത കവി പറയണം, നിന്റെ സ്വയരക്ഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ദേഷ്യത്തിന് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ അത് നിന്നെ തന്നെ നശിപ്പിച്ചു കളയും എന്നുള്ള രീതിക്ക് പറയുന്നത്. തന്നെത്താൻ കാക്കിൻ സിനം കാക്ക, കാവാക്കൽ തന്നെയെ കൊല്ലും സിനം. ഒരുവൻ തന്നെത്താൻ കാത്തു കൊള്ളുവതാനാൽ സിനം വരാമൽ കാത്തുകൊള്ള വേണ്ട. കാക്ക വിട്ടാൽ സിനം തന്നെയെ അഴിച്ചുവിടും. ഇനി തന്നെത്താൻ, തന്നെ അവനവനെ താൻ സ്വയം കാക്കിൻ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സിനം കോപത്തെ കാക്ക നിയന്ത്രിക്കുക. കാവാക്കാൽ അങ്ങനെ നിയന്ത്രിക്കാത്ത പക്ഷം സിനം ആ കോപം തന്നെ അവനവനെ തന്നെ കൊല്ലും, നശിപ്പിക്കും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുരിത അനുഭവങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കോപം അടക്കിയേ തീരും. അല്ലാത്ത പക്ഷം അതേ കോപം തന്നെ സ്വന്തം നാശത്തിന് കാരണമായി തീരും. താങ്ക് യു സർ. കുറൽ 305. തന്നെത്താൻ കാക്കിൻ ചിനം, കാക്ക കാവാക്കൽ തന്നെയെ കൊല്ലും ചിനം. തന്നെത്താൻ കാക്കുവാൻ കോപം അടയ്ക്കായിൽ തന്നെയെ കൊല്ലുമാ കോപം. യഥാശക്തി മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യജന്മം സഫലമാക്കുവാനാണ് തിരുക്കുറൾ അനുശാസിക്കുന്നത്. ഇവിടെ കുറൾ പറയുന്നു, തന്നോട് ചേരുന്ന തീജ്വാല പോലെ കോപം ആദ്യം അവനവനെ തന്നെ എരിക്കുന്നു. അതോടൊപ്പം തൻ്റെ ചുറ്റിലുമുള്ള വേണ്ടപ്പെട്ടവരെയും നല്ല മിത്രങ്ങളെയും നശിപ്പിക്കുന്നു. അങ്ങനെ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ, കുലത്തെ, സമൂഹത്തെ വരെ ഒരുവന്റെ കോപം കത്തിച്ചാരമാക്കുന്നു. കോപമാണ് തൻ്റെ അലങ്കാരമെന്നും അത് പ്രദർശിപ്പിക്കുന്നതിലൂടെ അംഗീകാരം പിടിച്ചുപറ്റാം എന്ന് വിചാരിക്കുന്നത് തികഞ്ഞ മൗഢ്യം തന്നെയാണ്. കോപം നിയന്ത്രിക്കാനാണ് ശ്രമിക്കേണ്ടത്, തീ കെടുത്താൻ ശ്രമിക്കേണ്ടത് പോലെ. ഉദാഹരണമായി പറഞ്ഞാൽ,
ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി പലപ്പോഴും കോപാകുലനായി ശാപങ്ങൾ നൽകുന്നു. എന്നാൽ സമചിത്തത വീണ്ടെടുക്കുന്ന അദ്ദേഹം അപ്പോൾ തന്നെ ശാപമോക്ഷ മാർഗവും ഉപദേശിക്കാറുണ്ട്. നമുക്ക് കോപം അഥവാ ക്രോധം ഉണ്ടാകാം. മനുഷ്യവികാരങ്ങളിൽ ഒന്നാണിത്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം രൗദ്രം എന്ന വികാരത്തെക്കുറിച്ച് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ക്രോധത്തെ നിയന്ത്രിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല തന്നെ. കാരണം ദേഷ്യം പ്രകടിപ്പിക്കുന്നവനും അത് ഏറ്റുവാങ്ങുന്നവനും ഒരുപോലെ ക്ഷീണിതനാകുന്നു. ഒരാൾ തന്റെ രൗദ്രഭാവം കൊണ്ട് വരുന്നതിന് ശരീരവും മനസ്സും ഏറ്റവും കടുത്ത രൂപത്തിലേക്ക് ഭാവമാറ്റം വരുത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതവരുടെ ശക്തി ചോർത്തിക്കളയുന്നു. അത് ഏറ്റുവാങ്ങുന്നയാളും തന്റെ ശരീരത്തെയും മനസ്സിനെയും പ്രതിരോധാവസ്ഥയിലേക്ക് നയിക്കുന്നു. അവിടെയും ക്ഷീണം തന്നെയാണ് പരിണത ഫലം. ഇവിടെ ഊർജത്തിന്റെ, പ്രസാദത്തിന്റെ, കർമ്മോത്സാഹത്തിന്റെ, മനസുഖത്തിന്റെ, വിലപ്പെട്ട സമയത്തിന്റെ ഒക്കെ നഷ്ടം കാണാം. അറിവുള്ളവർ ഇത്തരം നഷ്ടക്കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെടുകയില്ല എന്ന് തിരുവള്ളുവർ ഈ ഈരടികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഇന്നത്തെ വാർത്തയായ ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാർ നടപ്പിൽ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇരു രാജ്യങ്ങളുടെയും മാനവർ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. കോപമുണ്ടാകുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊണ്ടുവരാം. മനുഷ്യന്റെ അവബോധം സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ഇപ്പോൾ മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് അവബോധം സൃഷ്ടിക്കുന്നത്. ഇതല്ല മനുഷ്യജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശരിയായ രീതി. മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തിരിച്ചറിവാണ് അവന്റെ മുഖമുദ്ര. ക്രോധത്തിലൂടെ വിഷമയമാകുന്ന സ്വന്തം ശരീരത്തെ ശാന്തതയോടെ നമുക്ക് നേരിടാം. തന്നെത്താൻ കാക്കുവാൻ കോപം അടയ്ക്കായെങ്കിൽ തന്നെയെ കൊല്ലുമ കോപം. താങ്ക് യു. വോയിസർ ഉണ്ടോ? Yes. If self-protection is needed to control anger, or else that anger brings self-destruction. If a man wouldn't guard himself, let him guard against anger. If he do not guard it, anger will kill him. സ്വയം സംരക്ഷണം ആവശ്യമെങ്കിൽ കോപം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു സാർ. തന്നെത്താൻ കാക്കിൻ ചിനം കാക്ക കാവലാക്കൽ തന്നെയെ കൊല്ലും ചിനം. 306. சினம் என்னும் சேர்ந்தாரை கொல்லி இனம் என்னும் ஏம புனைய சுடும். சினம் என்னும் சேர்ந்தவரை அழிக்கும் நெருப்பு ഒരുവനുക്ക് ഇനം എന്നും ഇമ്പ തെപ്പത്തെയും സുട്ടഴിക്കും. അതായത് ഒരു സാധാരണ മനുഷ്യൻ അവന്റെ സ്വന്തം നിലനിൽപ്പ്, അതുപോലെ തന്നെ അവന്റെ ചുറ്റുപുറം അല്ലെങ്കിൽ അവൻ നിലനിൽക്കുന്ന സമൂഹം, ഇത് ചേർന്നിട്ടാണ് അവന്റെ ജീവിത സഞ്ചാരത്തിൽ അല്ലെങ്കിൽ യാത്രയിൽ വേണ്ടത്. അപ്പം ഈ ദേഷ്യം വരുമ്പോൾ അവനെ തന്നെയാണ് ആ അഗ്നി ദഹിപ്പിച്ച് കളയുന്നുണ്ട്. അതേപോലെ തന്നെ അവനെ ചുറ്റുമുള്ള ആ ബന്ധുമിത്രാദികളുടെ ബന്ധത്തെയും അത് നശിപ്പിച്ച് കളയും എന്ന് കവി വളരെ ഇതായിട്ട്, അഗ്നിയാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന അഗ്നിയാണ്, അതിന് വളരെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ചിനം എന്നും കോപം എന്ന ചേർന്നാരെ കൊല്ലി, തന്നിൽ ചേരുന്നവരെ ദഹിപ്പിച്ച് ഭസ്മമാക്കി കളയുന്ന കൊടിയ അഗ്നി. പിന്നീട് ഇനം എന്നും ബന്ധുജനങ്ങളാകുന്ന ഏമം, ഹിതോപദേശം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിക്കുന്ന പുണയെ മരക്കപ്പലിനെയും ചുടും, ഭസ്മീകരിച്ച് കളയുന്നു. തന്നോട് ചേരുന്നവരെ കൊല്ലുന്ന കൊടുതീയെ പോലെ കോപം ആദ്യം തന്നെ ആരിലാണോ കോപം ചേരുന്നത് അവനവനെ തന്നെ എരിക്കുന്നു. പിന്നെ അത് സംസാര സാഗരത്തിൽ മുമ്പോട്ട് പോകാനും ലക്ഷ്യം കാണാനും സഹായിക്കുന്ന ഹിതോപദേശങ്ങൾ നൽകുന്ന ബന്ധുജന സമൂഹമാകുന്ന മരക്കലത്തെ, കപ്പലിനെയും ചുട്ടെരിക്കുന്നു. സംസാര സാഗരം കടക്കുന്നതിന് സഹായിക്കുന്നവരാണല്ലോ ബന്ധുമിത്രാദികൾ. അതിനാൽ അവരെ കപ്പലായി കാണുന്നു. കോപത്തിന്റെ തീയിൽ താനും ഉടർന്ന് താൻ കയറിയ കപ്പലും എരിഞ്ഞടങ്ങി പോവുകയാൽ
വീണ്ടും പിറവിക്കടലിൽ ചാരമായി അടിയുക എന്നതല്ലാതെ മുക്തിയുടെ അമരതീരം ചേരുക എന്നത് സംഭവിക്കുന്നില്ല. കൈവരുന്ന എല്ലാ സൗഭാഗ്യ ഉപാധികളെയും കോപിഷ്ഠൻ അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയുകയും നിന്നേടത്ത് തന്നെ നിസ്വനായി അവശേഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സർ. ഖുറൽ 306. കോപക്കൊടും തീ എരിക്കുന്നു ബന്ധുക്കളാകും മരക്കലത്തെയും. ജീവിതത്തിന്റെ സമശീതോഷ്ണാവസ്ഥ നിലനിർത്തലാണ് ആരോഗ്യം. ഇത് കൈവരിക്കുന്നതിന് ശരീരവും മനസ്സും ആത്മാവും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു മഹാപ്രതിഭാസമായി ജീവിതത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ പ്രവർത്തനം ഒട്ടേറെ വ്യവസ്ഥകൾക്ക് വിധേയമാണെന്ന് നമുക്കറിയാം. എന്നാൽ മനസ്സിന്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യർ കാണാത്ത പാതകളിൽ. മലയാളത്തിന്റെ പ്രിയ കവി മുല്ലനേഴി തന്റെ വരികളിലൂടെ വളരെ കാവ്യാത്മകമായി ഇത് ചൂണ്ടിക്കാണിക്കുന്നു. സത്യവാദിനമക്രോധം അത്യാത്മപ്രവണേന്ദ്രിയം ശാന്തം സദൃത്ത നിരതം വിദ്യാന്യത്യ രസായനം. ദീർഘായുസിലേക്ക് നയിക്കുന്ന ആഹാരവും ഔഷധവും മനോവ്യാപാരങ്ങളുമെല്ലാം ഒരർത്ഥത്തിൽ രസായനങ്ങളാണെന്ന് ആയുർവേദ ആചാര്യന്മാർ പറയുന്നു. ഇതിൽ അക്രോധം എന്നാൽ കോപമില്ലാത്ത അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്നു. കോപം ജീവചൈതന്യത്തെയും ആയുർദൈർഘ്യത്തെയും കുറിക്കുന്നു. ആധുനിക ജീവിതത്തിൽ അനിയന്ത്രിതമായ കോപമുണ്ടാകുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. കോപം നൈസർഗികമായ ഒരു വികാരമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം അത്യാവശ്യമാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൃപ എന്ന സാത്വിക ഗുണത്തെ അഭ്യസിച്ച് ശീലിച്ച് സ്വായത്തമാക്കുന്നതിലൂടെ കോപത്തെ നിയന്ത്രണ വിധേയമാക്കാമെന്ന് ആയുർവേദം സൂചിപ്പിക്കുന്നു. കൃപ എന്നാൽ ദയ, പരക്ലേശ വിവേകം, കാരുണ്യം, അനുതാപം എന്നിവയാണ്. ഇത് ശീലം കൊണ്ട് മാത്രം ആർജിച്ചെടുക്കാവുന്ന ഒരു ഗുണമാകുന്നു. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് ശീലമാക്കണം. കൊച്ചു കുഞ്ഞുങ്ങളുമൊത്തുള്ള വിനോദങ്ങൾ ദേഷ്യം തണുപ്പിക്കുന്നു. പ്രണയസുരഭിലമായ ദാമ്പത്യം കോപാഗ്നിയെ കെടുത്തുന്നു. വ്യക്തിബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കോപക്കൊടുന്തീയിൽ എരിഞ്ഞടങ്ങാൻ അനുവദിക്കാതെ പരസ്പര സഹിഷ്ണുതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കോപക്കൊടുന്തീ എരിക്കുന്നു ബന്ധുക്കളാകും മരക്കലത്തെയും. താങ്ക് യു സർ. ലഹനൻ സർ. അൺമ്യൂട്ട് ചെയ്താൽ മതി. സാർ ഇംഗ്ലീഷ് വായിച്ചാൽ മതി, അൺമ്യൂട്ട് ചെയ്താൽ. സാർ കേൾക്കാവോ? സാർ കേൾക്കുന്നുണ്ടോ? സർ കേൾക്കാം. ഇംഗ്ലീഷ് വായിച്ചാൽ മതി. ഖുർആൻ 306 അല്ലേ? അതെ അതെ, സ്ക്രീനിൽ കാണാം. ഇംഗ്ലീഷ് വായിച്ചാൽ. ഖുർആൻ 306 അല്ലേ? അതെ അതെ. Anger, the fire killing its owner, charts down society, the AD, including the kith and kin. Okay, sir. ചിരമെന്നും ചേർന്താരെ കൊല്ലി ഇനമെന്നും ഏമപുണയിച്ചുടും. 307. சினத்தை பொருளென்று கொண்டவன் கேடு நிலத்தரைந்தான் கைப்பிழையா தற்று. தன் வல்லமை புலப்படுத்த சினத்தை பொருளென்று கொண்டவன் அழிதல் நிலத்தை അറയുന്നവനുடைய കൈ തപ്പാത്തതുപോൽ ആകും. ഇനി അടുത്ത കവി പറയുന്നുണ്ട്, തൻ്റെ എല്ലാ സമ്പാദ്യവും ആണ് ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ ക്രോധം എന്ന് ധരിക്കുന്നവൻ ആ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവിയെ അല്ലെങ്കിൽ ഒരു പാറയെ അല്ലെങ്കിൽ ഭൂമിയെ
ആഞ്ഞ് കൈകൊണ്ട് അടിക്കുകയാണെങ്കിൽ അത് ആ ഭൂമിക്കോ ആ പാറയ്ക്കോ ഒന്നും ദോഷം ഉണ്ടാക്കുന്നില്ല, മറിച്ച് അവന്റെ കൈക്കാണ് ആ നോവ് അല്ലെങ്കിൽ വേദന തരുന്നത്. അതുകൊണ്ട് വളരെ ഇതിനേക്കാൾ അപ്പുറത്ത് കവിക്ക് പറയാൻ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ്. ചിനത്തെ, കോപത്തെ പൊരുളന്റെ തന്റെ ശക്തമായ ഒരു സമ്പത്തായി ഒരു ബലമായി കൊണ്ടവൻ കരുതി അഹങ്കരിക്കുന്നവൻ കെടുന്നു. എങ്ങനെയെന്നാൽ നിലത്ത്, ഭൂമിയിൽ, പാറപ്പുറത്ത് എന്നുമാവാം, അതും ഭൂമിയുടെ ഭാഗമാണല്ലോ. അറയുന്താൻ പ്രതിഷേധം അടക്കാൻ വയ്യാതെ ആഞ്ഞടിക്കുന്നവന്റെ കയ്യെ പിഴയ്ക്കാത്തതുപോലെ. ഭൂമിയിൽ അടിക്കുമ്പോൾ അവന് ഒരിക്കലും അവന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവന്റെ ആ അടിക്കണം എന്നുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാനം ഒരിക്കലും മാറുന്നില്ല. കാരണം അത് അവിടെ തന്നെ ഉണ്ട്. ഇവന്റെ കൈക്കാണ് സ്ഥാനചലനം ഉണ്ടാകുന്നത്. കോപമാണ് തന്റെ ശക്തിയെന്നും അത് പ്രദർശിപ്പിക്കുന്നതിലൂടെ മറ്റവരുടെ എല്ലാം അംഗീകാരം പിടിച്ചു പറ്റാൻ കഴിയുമെന്നും വിശ്വസിച്ച് അതിന് തുണിയുന്നവൻ അതോടെ നശിച്ചു പോകുന്നു. പ്രതിഷേധ ഹേതുകമായി പരുപരത്ത നിലത്ത്, പാറപ്പുറത്ത് ആഞ്ഞ് ഇടിക്കുന്നവന്റെ കൈക്ക് എന്ത് സംഭവിക്കുന്നു? അതുപോലെ ഗോപിഷ്ഠനും തകർന്നു പോകുന്നു. താങ്ക് യു സർ. കുറൽ 307. കോപം കരുത്തായി നിനപ്പോൻ കെടും നിലത്താഞ്ഞടിപ്പോന്റെ കൈ പോലെ. കോപം കരുത്തായി നിനപ്പോൻ കെടും നിലത്താഞ്ഞടിപ്പോന്റെ കൈ പോലെ. നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളുടെ പ്രസക്തി എന്നത്തെക്കാളും ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. എവിടെയും മനുഷ്യപുത്രൻ നേരിടുന്ന അരാജകത്വവും വ്യക്തിബന്ധ തകർച്ചയും സംഘർഷങ്ങളും അച്ചടക്കരാഹിത്യവും സമഗ്രമായി വ്യാപിപ്പിക്കുന്നു. ഈ പ്രതിസന്ധികളിൽ നിന്ന് മോചനത്തിനുള്ള വഴികൾ തിരുക്കുറൾ പോലുള്ള പ്രാചീന ഗ്രന്ഥങ്ങളുടെ താളുകളിൽ നോക്കിക്കണ്ടറിയാൻ സാധിക്കും. ഈ ഈരടിയിൽ തിരുവള്ളുവർ പറയുന്നു, കോപത്തിന്റെ അന്ധത ബാധിച്ചവർ മുന്നിൽ കാണുന്ന പ്രത്യക്ഷമായ സത്യം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ആത്മനിയന്ത്രണം കൈവിടുന്നവർ ആയിത്തീർന്നിരിക്കുന്നു. ഇവർ മരിച്ചവർക്കു തുല്യമെന്നേ പറയാനാവൂ. കോപം എന്ന വിഷം തീണ്ടാത്തവർക്കുള്ളതത്രേ സുഖമരണം. കോപം വന്നാൽ പാറപ്പുറത്ത് ആഞ്ഞടിക്കുന്നവന്റെ കൈക്ക് എന്തു സംഭവിക്കും? അവനവനെ തന്നെ ദോഷമായി തീരുകയാണ് ചെയ്യുന്നത്. ക്ഷിപ്രകോപികൾ പലപ്പോഴും മുൻപിൻ നോക്കാതെ സാഹസം പ്രവർത്തിക്കുന്നത് കാണാം. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതിന് കോപം കാരണമാകുന്നു. ദേഷ്യം പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നു. സ്ഥിരം പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്നവരിൽ ദേഷ്യം കാണുന്നു. കൂടെ അനാവശ്യ വാക്കുകളും പ്രയോഗിക്കാറുണ്ട്. ഇതൊക്കെ മനഃപൂർവമല്ലാത്ത മനസ്സിന്റെ ബഹിർസ്ഫുരണങ്ങൾ മാത്രമാണ്. സ്വയരക്ഷയ്ക്കായി നമുക്ക് ദേഷ്യം വരാറുണ്ട്. ഉദാഹരണമായി, യാത്രാവേളകളിൽ മോശമായി പെരുമാറുന്നവരോട് ഒരു ദേഷ്യത്തോടെയുള്ള നോട്ടവും താക്കീതും പലപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഓഫീസുകളിൽ വളരെ ചിട്ടയായി പോവുകയും എല്ലാ ഇമേജും ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരൊറ്റ ദേഷ്യപ്പെടൽ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുന്നവനായി മാറുന്നു. സ്വയം അറിയാതെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ദേഷ്യത്തിന് ഒരു ഉദാഹരണമാണിത്. അതുപോലെ നമ്മുടെ കുറ്റങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴും അതേക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴും അത് കോപത്തിന് കാരണമാകുന്നതായി കാണാം. പലപ്പോഴും റോഡിൽ വാഹനങ്ങൾ നിയമം ലംഘിക്കുന്ന സമയം ഡ്രൈവർമാർ അന്യോന്യം ദേഷ്യപ്പെടുകയും നിയമം തെറ്റിക്കുന്നവരെ ആണ് കൂടുതലെന്ന് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നിട്ടുണ്ട്. ദേഷ്യം നിയന്ത്രിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന കാര്യം നമ്മൾ പല രോഗങ്ങൾക്കും അടിമയാകേണ്ടി വരും എന്നുള്ളതാണ്. അതുവഴി ജീവിതത്തിന്റെ സമയവും കുറയുന്നു. കോപിക്കുന്നയാൾ പലപ്പോഴും എതിർകക്ഷിയുടെ മാനസിക വ്യാപാരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല. ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം നമ്മൾ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കൽ കൊണ്ട് എത്ര വഴക്കുകൾ ഇല്ലാതാക്കാം. ലോകത്തിലെ ഏറ്റവും നല്ല കർമ്മം മറ്റൊരാളിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അന്നും ഇന്നും വഴികാട്ടിയായി എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തിരുക്കുറൾ നിലകൊള്ളുന്നതായി നമുക്ക് കാണാം. കോപം കരുത്തായി നിനപ്പോൻ കെടും നിലത്താഞ്ഞടിപ്പോന്റെ കൈ പോലെ.
Thank you. Yes, sir. As thrashing palm beats a floor on flutter. Self-wounding anger damages who regards anger as smartness. Even if standard with a harmful deed, tantamount to toasting in a multi-tongued fire. Better try not to anger. ഹാനികരമായ ഒരു പ്രവൃത്തിയാൽ പരിഹസിക്കപ്പെട്ടാലും അത് ഒന്നിലധികം നാവുകളുള്ള തീയിൽ വറുത്തതിന് തുല്യമാണ്. ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ചിനത്തെ പൊരുളെന്റ് കൊണ്ടവൻ കേടു നിലത്തറയുന്താൻ കൈപ്പിഴയാതെറ്റു. 98. ഇണർ എരി തോയ് വന്ന ഇന്നാ செய்யினும் புணரின் வெகுளாமை நன்று. இணர் எரி தோய் வന്ന இன்னா செய்யினும் புணரின் வெகுளாமை நன்று. பல சுடர்களை உடைய பெருநெருப்பில் தோய்வது போன்ற துன்பத்தை ஒருவன் செய்த போதிலும் கூடுமானால் അവൻ മേൽ സിനം കൊള്ളാതിരുത്തൽ നല്ലത്. ഇനി ഒരാൾ ദേഷ്യപ്പെട്ട് അങ്ങനെ വന്നാൽ പോലും അയാളുടെ എങ്ങനെ പെരുമാറണമെന്ന് കവി നമ്മോട് പറഞ്ഞു തരികയാണ്. ഇണർ അനേകം ജ്വാലകളോട് കൂടിയ എരി കൊടിയ തീ അല്ലെ അഗ്നി തോയ് വന്ന് ചുഴലുന്നത് പോലെ നമ്മളെ ചുറ്റും അത് ആക്രമിക്കുകയാണെങ്കിൽ പോലും, ആ തീജ്വാല നമ്മളെ ഒന്ന് ആക്രമിക്കുകയാണെങ്കിൽ പോലും, ഇന്നാ ചെയ്യനും ഒരുവൻ നിരന്തരമായി തനിക്ക് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവനോട് വെകുളാമേ കോപിക്കാതിരിക്കാൻ പുണരിൻ സാധിക്കുമെങ്കിൽ നன்று വളരെ നന്ന്. തനിക്കെതിരെ കൊടിയ അഗ്നി ചുഴന്നു വരുപോലെ നിരന്തരമായി ദ്രോഹങ്ങൾ അഴിച്ചുവിടുന്നവനോട് പോലും ക്ഷമിക്കുക തന്നെയാണ് ഉചിതം എന്ന് കവി പറയും. 98. സാർ ആർക്കും കൊടുത്തില്ല കേട്ടോ. 108 ആർക്കും. ആ സാറ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. 9 തന്നെ 2 പേർക്കായിട്ട് കൊടുത്തു. ശ്രീമാരി മേഡത്തിനും ഉഷ മേഡത്തിനും. 8 വിട്ടുപോയി. സാറേ 8 ശ്രീകുമാരി മാമിന്. 308 ഞാൻ പറയട്ടെ. 308 ഇണർ എരി തോയ് വന്ന ഇന്നാ ചെയ്യുന്നു പുണരിൻ വെകുളാമൈ നன்று. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ ബുക്കിൽ തീവ്രമാം അഗ്നി പോൽ തുൻപം വളർത്തുന്ന മർത്യനോടെന്നാലും ക്രോധമേ കാട്ടൊല. ഇതിലെന്താണ് പറയുന്നത്? 308 അഗ്നി പോലെ പടർന്നു കത്തുന്ന പാതകം ചെയ്തവനായാലും അവനോട് കോപിക്കുന്നത് നന്നല്ല. എന്ത് തന്നെ നമ്മോട് പാപം ചെയ്താലും നാം അത് തിരിച്ചു ചെയ്യരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാകുന്നത്. എത്ര ദുഃഖങ്ങൾ വന്ന് ഭവിച്ചാലും എന്തുമാത്രം എതിരുകൾ ഉണ്ടായാലും ആ കർമ്മം നമ്മിൽ ഉളവാക്കിയവരോട് കോപിഷ്ഠനാകാതെ ശാന്തി മനസ്സിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം. അത്രയ്ക്കും ക്ഷമാശീലമുള്ള മനസ്സുള്ളവരായിരിക്കുന്നതാണ് ഉത്തമം എന്നാണ് ഇവിടെ കവി പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പൂക്കളെ കരിച്ചു കളയുന്ന കൊടും വെയില് പോലുള്ള കോപം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ സമചിത്തതയോടെ നേരിടണം. ഒന്നും നാം എതിർക്കാതെ സമചിത്തതയോടെ എല്ലാം സഹിക്കാനുള്ള ഒരു കരുത്തുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവിടെയും എവിടെയും കോപത്തിന് ഒന്നും നേടാനാവില്ല എന്ന പരമാർത്ഥം അറിയണം. കോപം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടാനാവില്ല. സമാധാനം കൊണ്ട് മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. താങ്ക് യു സർ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗഹനൻ സർ.
സാർ കേൾക്കാവോ? Okay. Though evil is done for pushing into the flaming fire, it is virtue not to be angry towards him. എണർ എരി തോയ് വന്ന ഇന്നാ ചെയിനും പുണരിൻ വൈകുളാമേ നണ്ട്. 309. ഇനി കവി പറയുന്നു, നിന്റെ മനസ്സിൽ ക്രോധത്തിന്റെ നിഴൽ സ്പർശിക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് വളരെ ശാന്തവും വളരെ എന്താ പറഞ്ഞ പോലെ സമനില തെറ്റായിരിക്കുകയാണെങ്കിൽ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് വന്ന് ഭവിക്കും. നീ വിചാരിക്കുന്ന ആ മാത്രമേ തന്നെ അതൊക്കെ സംഭവിക്കും, നിന്റെ ആ ഗുണവും പ്രവൃത്തിയും കൊണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ദേഷ്യം ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന നന്മയെ കുറിച്ച് കവി അടുത്തതിൽ പറയുന്നുണ്ട്. ഉള്ളിയതെല്ലാം ഉടനെയും ഉള്ളത്താൽ ഉള്ളാൻ വെകളി എനി. ഉള്ളിയതെല്ലാം ഉടൻ എഴുതും. ഒരുവൻ തൻ മനത്താൽ സിനത്തെ എണ്ണാതിരുപ്പാനാൽ നിனைத்த നന്മകളെ എല്ലാം അവൻ ഒരുങ്ങെ പെറുവാൻ. ഉള്ളത്താൽ തൻ്റെ മനസ്സുകൊണ്ട് വെകുളി കോപത്തെ ഉള്ളാൻ എനിൻ ഒരിക്കൽ പോലും നനയ്ക്കാത്തവനാണ് എങ്കിൽ ഉള്ളിയതെല്ലാം അവൻ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉടൻ ഒരുമിച്ച് അപ്പോൾ തന്നെ അവന് എഴുതും, ലഭിക്കും. ഉള്ളും ശാന്തവും പരിശുദ്ധവും ആയിരിക്കുക, കോപത്തിന്റെ നിഴൽ പോലും അതിൽ വീഴാതിരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉടനുടൻ കൈവരും. ഇവിടെ ഒരു ഉദാഹരണം കൂടി ചരിത്രത്തിൽ നിന്ന് കാണിക്കാം. ഒരു സാഹിത്യകാരൻ്റെയാണ്, വളരെ ഒരു നോവലിസ്റ്റ് ആണ്. ഒരു ആംഗലേയ നോവലിസ്റ്റ് റോബർട്ട് ലൂയി സ്റ്റീവൻസൺ. അദ്ദേഹം ആദ്യം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അത് എഴുതിയിട്ട് ഭാര്യയോടൊന്ന് വായിക്കാൻ കൊടുത്തു. ഭാര്യ ഒറ്റ ഇതിൽ വായിച്ചിട്ട് പറഞ്ഞു, ഇത് ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അങ്ങേർക്ക് ദേഷ്യം വന്നു ആ സാഹിത്യകാരന്. അദ്ദേഹം എന്ത് ചെയ്തത്, അഗ്നിയിൽ അതിനെ ഇട്ട് നശിപ്പിച്ചു. എന്നിട്ട് ഒരു ദിവസം ഉറക്കത്തില് അങ്ങേർക്ക് എന്തൊരു സ്വപ്നം കണ്ട് വളരെ പെട്ടെന്ന് ഉണർന്ന് ആ എഴുതിയ നോവലിനെ പിറ്റേ ദിവസം രാവിലെ ഇരുന്ന് എഴുതാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. എന്നിട്ട് ഭാര്യ എടുത്തുകൊണ്ട് കൊടുത്തു ഇത് വായിക്കാൻ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന്. ഇതിൽ നിന്ന് എന്ത് പറഞ്ഞു വെച്ചാൽ, ആദ്യം വായിച്ച് കേട്ടിട്ട് അവിടുത്തെ അന്നത്തെ ആ മൂഡിൽ അവരത് കൊള്ളില്ല എന്ന് പറയുകയും പിന്നെ ഒരു അവസരത്തിൽ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം കാണിച്ച ദേഷ്യം കൊണ്ട് ആ നോവൽ ആദ്യം ഇദ്ദേഹത്തിന് നശിപ്പിക്കേണ്ടി വന്നു, വീണ്ടും ഒന്നുകൂടി അത് എഴുതേണ്ടി വന്നു. സ്റ്റീവൻസിന്റെ ഒരു അനുഭവ കഥയാണത്. ഓക്കെ, താങ്ക് യു സർ. ഖുർആൻ 309. ഉള്ളിയതെല്ലാം ഉടൻ എഴുതും, ഉള്ളത്താൽ ഉള്ളാൻ വെകുളിയനിൻ. ആശിച്ചതെല്ലാം ഉടൻ കിട്ടും, മുൻകോപലേശവും ചിന്തിച്ചിടായെങ്കിൽ. കോപം മാനുഷികവും സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. അനിഷ്ടമായത് കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ മനുഷ്യന്റെ വൈകാരികത ഉണരുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കോപം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നതും സന്തുഷ്ട ജീവിതം തകർക്കുന്നതുമായ ദുർവികാരമാണിത്. പലരുടെയും വ്യക്തിത്വത്തിന്റെ പരാജയ കാരണം തന്നെ അമിതമായ മുൻകോപമാണ്. പരസ്പരമുള്ള സഹകരണവും സഹവർത്തിത്വവും നശിപ്പിക്കുന്നതിനും സൗഹൃദങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്നതിനും ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിനും കോപം കാരണമായിത്തീരുന്നു. ദൂരവ്യാപകമായ നാശങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള ഒരു താക്കോൽ എന്നാണ് കോപത്തെ പണ്ഡിതർ വിശേഷിപ്പിച്ചത്. യുദ്ധം, സംഘടനം, കൊലപാതകം, കുടുംബത്തകർച്ച, ബന്ധവിച്ഛേദനം തുടങ്ങിയ സർവ്വതിന്മകളുടെയും മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ് കോപം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്തവരായി കോപിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്നവരുണ്ട്. കോപം വന്നാൽ ചിലർ ഭ്രാന്താവസ്ഥയിലാകുന്നു,
തദവസരത്തിൽ അവർക്ക് സ്വയം നിയന്ത്രണം നഷ്ടമാവുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സഹപ്രവർത്തകരുമായും പങ്കാളിയുമായും വഴക്കിടുകയും കുറ്റപ്പെടുത്തുകയും വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയും ആക്രോശിക്കുകയും കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചിലപ്പോൾ പ്രതിയോഗിയെ വകവരുത്തുകയും വരെ ചെയ്യുന്നു. പ്രതികാരം തീർക്കുവാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും ദേഷ്യവും ക്രോധവും കാരണമാകുന്നു. ആകയാൽ അത്തരം സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് മതം അനുശാസിക്കുന്നു. മകനെ, നീ കോപാകുലനായിരിക്കെ ആളുകൾക്കിടയിൽ തീരുമാനമെടുക്കരുത് എന്ന് ഇസ്ലാമിലെ 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തന്റെ പ്രിയപുത്രനെ ഉപദേശിക്കുന്നു. കോപം ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അനന്തരഫലങ്ങളും താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ കോപം നിയന്ത്രിക്കുന്നവന് വലിയ പ്രതിഫലമാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, കോപം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. എന്തെങ്കിലും കാര്യം ഒരാളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്നത് പറയുന്നതിന് പകരം ഒരു നിമിഷം അതിന്റെ വരുംവരായികളെ കുറിച്ച് ആലോചിക്കണം. കാരണം പറഞ്ഞ വാക്കുകൾ തൊടുത്ത അമ്പ് പോലെയാണ്. കോപത്തിന്റെ ആദ്യ നിമിഷം ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ 100 ദിവസത്തെ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ചൈനീസ് പഴമൊഴി. ആശിച്ചതെല്ലാം ഉടൻ കിട്ടും, മുൻകോപലേശവും ചിന്തിച്ചിടായെങ്കിൽ. താങ്ക് യു സർ. If not thinking of anger in mind, boons desired will be granted. Al-Quran 309 states that all wishes are fulfilled when one keeps anger away from their mind. All wishes are realized at once if they keep away wrath from their mind. If angry thoughts never invoke his mind, a man's other thoughts may instantly manifest. മനസ്സിൽ കോപത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ആഗ്രഹിച്ച അനുഭവങ്ങൾ ലയിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ സാർ. കോപം 309 കുറൾ. ഉളിയത് എല്ലാം ഉടനെയ്തും ഉള്ളത്താൽ ഉള്ളാൻ വെകുളിയനിൽ. മലയാളം. ആശിച്ചതെല്ലാം ഉടൻ കിട്ടും, മുൻകോപലേശവും ചിന്തിച്ചിടായിൽ. അക്രോധമെന്നതാം ഗുണമുള്ള മാനുസൻ വാഞ്ചിതമെല്ലാമേ സാധിക്കും നിശ്ചയം. ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് കർമ്മം കൊണ്ടോ കോപം ചിന്തിക്കാതെ ഇരിക്കുന്നവർക്ക് ആഗ്രഹിച്ചതെല്ലാം സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. നാം എന്ത് വിചാരിക്കുന്നുവോ അത്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചെയ്യും. അതുകൊണ്ട് നാം എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. കോപം അരുത്. കോപമുള്ളവർക്ക് ആഗ്രഹിക്കുന്നതൊന്നും സാധ്യമോ അല്ല. ഗൃഹസ്ഥാശ്രമവാസിയായാലും സന്യാസാശ്രമവാസിയായാലും മനസ്സിൽ കോപചിന്ത പാടില്ല. കോപചിന്ത വെടിഞ്ഞ് ജീവിക്കുക. കോപമുള്ളതിനെ നാം വെടിയണം. അത്തരം മനസ്സുള്ളവരിൽ ചിന്തിക്കുന്നതൊക്കെയും കടന്നു വന്നു ചേരും. മനസ്സിൽ നിന്നും കോപം അകറ്റി ജീവിത സന്തോഷം കണ്ടു. എന്നാൽ മനസ്സിൽ നിന്നും കോപത്തെ പറ്റിയുള്ള ചിന്ത പോലും ഒരു സന്യാസി വര്യന് പാടില്ല എന്ന് ഇവിടെ ഭാവാർത്ഥം കൂടി നൽകുന്നു. അതിനാൽ സന്തുഷ്ട ചിന്തയോടുകൂടി ഇരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്നൊരു ചൊല്ലുണ്ട്. നാം കോപം കൊണ്ട് എന്തെങ്കിലും മറ്റുള്ളവരെ അവർക്ക് വിഷമമുണ്ടാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാനൊക്കില്ല. മാത്രവുമല്ല, അതുകൊണ്ട് ബന്ധുമിത്രാദികളോടും അയൽക്കാരോടുമെല്ലാം ശത്രുതയ്ക്കുള്ള ഇട ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ സമചിത്തതയോടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ദേഷ്യം കളഞ്ഞ് ജീവിക്കുക. വാക്കിലൂടെയും, വാക്കും പ്രവൃത്തിയും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. താങ്ക് യു. ഉള്ളിയതെല്ലാം ഉടൻ എയ്തും ഉള്ളത്താൽ ഉള്ളാൻ വെകുളിയനിൻ. 310. ഈ അധികാരത്തിലെ അവസാനത്തെ കുറളാണ്.
അതിന് നല്ലൊരു പ്രാസം തന്നെ അതിൽ കാണുന്നുണ്ട്. 4 വാക്കുകൾ കൊണ്ട് തന്നെയാണ് കവി അതിനെ ആകുന്നുണ്ട്. അപ്പോൾ ദേഷ്യമുള്ള ആളുടെ സ്ഥാനം എവിടെയാണ്, ദേഷ്യമില്ലാത്ത ആളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇറന്താർ ഇറന്താർ അനയർ സിനത്തെ തുറന്താർ തുറന്താർ തുണை. இறந்தார் சினத்தில் அளவு கடந்து சென்றவர் இறந்தவரை போன்றவர். சினத்தை അടിയോട് തുറന്നവർ തുറന്നവർക്ക് ഒപ്പാവാർ. വളരെ നല്ല പ്രാസത്തിലാണ് 2 വാക്കുകളേ ഉള്ളൂ. ഇറന്താർ ഇറന്താർ. ഇറന്താർ കോപാധിക്യം കൊണ്ട് സമനില തെറ്റിയവർ. ജീവനുണ്ടെങ്കിൽ പോലും ഇറന്താർ അനയർ മരിച്ചവർക്ക് ഒപ്പമാകുന്നു. അടുത്ത് സിനത്തെ ആ കോപത്തെ തുറന്താർ ത്യജിച്ചവർ. ശരീരം കൊണ്ട് മരണമുണ്ടെങ്കിൽ പോലും തുറന്താർ തുണை മരണത്തെ കൂടി ജയിച്ച മുക്തന്മാർക്ക് തുല്യരാകുന്നു. അപ്പൊ ഇറന്താർ ഇറന്താർ ദേഷ്യം കൊണ്ട് നമ്മുടെ പ്രവൃത്തി ആണെങ്കിൽ നാം മരിച്ചവർക്കൊപ്പമായി മാറുന്നുണ്ട്. അത് ആ ദേഷ്യം ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗലോകത്തിൽ അല്ലെങ്കിൽ അമരലോകത്തിൽ ജീവിക്കുന്നവരൊപ്പമായിരിക്കും നമ്മുടെ സ്ഥാനം എന്ന് ഉണ്ട്. കോപത്തിന്റെ ആന്യം ബാധിച്ച് പ്രത്യക്ഷമായ സത്യം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ആത്മനിയന്ത്രണം കൈവിടുന്നവർ ചത്തവർക്ക് സമം എന്നേ പറയാവൂ. കോപം എന്ന ദോഷം ഒരിക്കലും തീണ്ടാത്ത മഹാത്മാക്കൾ അവർക്ക് ഭൗതികമായ മൃത്യു ഉണ്ടാകാം എങ്കിൽ പോലും അമരതുല്യരായ മുക്തന്മാരുടെ കൂട്ടത്തിലത്രേ അവർക്ക് സ്ഥാനം. ഖുറാൻ 310 ഇറന്താർ ഇറന്താർ അനൈർ சினத்தை തുറന്താർ തുറന്താർ തുണை. ചത്തവർക്കൊക്കും കുപിതർ കോപം വിട്ട സത്തുക്കൾ മുക്തരോടൊക്കും. അതായത് കോപം നിയന്ത്രിക്കാത്തവർ മരിച്ചവരെ പോലെയും കോപത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നവർ ഋഷിമാരെ പോലെയുമാണ്. ഋഷിമാരാണ് നന്മകൾ പറയുക, ആളുകളെ ഉപദേശിക്കുക, ജ്ഞാനവചസ്സുകൾ നൽകുക. അമിതമായി കോപിക്കുന്നോർ മൃതപ്രായർക്ക് തുല്യമാം. കോപമടക്കി വാഴുന്നോർ ജീവിക്കുന്നു മരിക്കലും. കത്തോലിക്ക സഭയുടെ വേദപാഠത്തിൽ, വേദപാഠം എന്ന് പറയുമ്പോൾ എല്ലാവരും പഠിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒന്നാണ്. അവിടെ വേദമല്ല പഠിപ്പിക്കുന്ന, പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിലർക്ക് അങ്ങനെ ഒരുപക്ഷെ തെറ്റിദ്ധാരണയുണ്ടാവാം. ജീവിത പരിശീലനമെന്നാണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ, വിശ്വാസ ജീവിത പരിശീലനം. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്നതിലെ ഒരു കാര്യമാണ് മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും. 7 കാര്യങ്ങളാണ് മൂലപാപങ്ങളായിട്ട്. ആ അതിൽ നിന്നാണ് ബാക്കി പാപങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് മൂലപാപങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന 7 എണ്ണത്തിൽ ഒന്നാണ് ഈ കോപം എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെയുള്ള പുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് പറയുന്നത് വളരെ ചെറിയ വാക്കിൽ തന്നെ പറയും, ക്ഷമ. ഈ 7 മൂലപാപങ്ങൾ ഏതാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, മടി എന്നിവയാണ്. അതിൽ നിഗളത്തിന് എളിമയുണ്ടാകണം, ദ്രവ്യാഗ്രഹത്തിന് ഔദാര്യ മനോഭാവം വേണം, മോഹത്തിന് അടക്കം വേണം, കോപത്തിന് ക്ഷമ വേണം, കൊതിക്ക് മിതഭോജനം, അസൂയയ്ക്ക് ഉപവി വേണം, മടിക്ക് ഉത്സാഹം വേണം. അപ്പോൾ ഇത്രയ്ക്കും പ്രാധാന്യമുള്ളതായ ഒന്നായിട്ടാണ് കോപത്തെ പഠിപ്പിക്കുന്നത്. അത്രയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്.
എങ്കിലും കോപിച്ചു പോകാറുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. ഇത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാം, ഇനി ഒരു വിശ്വാസിയല്ല, വളരെ നിരീശ്വരവാദിയോ ആ രീതിയിൽ വിചാരിക്കുന്ന ഒരാളിനെ കുറിച്ചും ചിന്തിച്ചാൽ, അയാളുടെ ഭാഷയിൽ ചിന്തിച്ചാൽ, കോപിക്കുന്ന ഒരാളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് കോപിക്കണമെങ്കിൽ മുഖത്തെ അനേകം പേശികൾ നന്നായി പ്രവർത്തിക്കും. പക്ഷെ ഈസിയായിട്ട് ക്ഷമയോടെ പുഞ്ചിരിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് കോപത്തെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്. കോപിക്കുന്ന എനിക്ക് ബോധപൂർവം അത് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിന് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടട്ടെ. തീർച്ചയായിട്ടും പ്രായോഗികമായി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മഹാസന്ദേശമാണ് തിരുവള്ളുവരുടെ ഈ മഹാകാവ്യത്തിൽ നിന്നും നമുക്കിന്ന് പഠിക്കാൻ ലഭിച്ചത്. സാധിക്കുന്നിടത്തോളം എല്ലാവർക്കും അത് ഈ വർഷം, ഇനിയുള്ള കാലം സാധിക്കട്ടെ. കോപത്തിന്റെയും അതിലൂടെയൊക്കെ ഉരുവാകുന്ന പലതിൻ്റെയും ഒക്കെ വിനകളാണ് ഇന്നുൾപ്പെടെ നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ ഭൗതിക ലോകത്ത് നടക്കുന്ന വെട്ടിക്കൊലയും അല്ലാത്തതും ഒക്കെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങളും കുടുംബ ബന്ധ തകർച്ചകളും ഒക്കെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നതാണ്. നമുക്ക് നിയന്ത്രിക്കാം. ഇത് അവതരിപ്പിച്ച മോഹൻ സാറിന്, ഇതിനെ മൊഴിമാറ്റം ചെയ്യാൻ സഹകരിച്ച മറ്റെല്ലാവർക്കും, ഈ പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്ന സാബു സാറിനും, കേൾവിക്കാരായി ഇവിടെ ഉണ്ടായിരുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കും, ഇനി ഇത് കേൾക്കാൻ പോകുന്ന മറ്റുള്ളവർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Those who are furious without control are like the dead, and those who fully shun anger are like sages. Those who remain calm and do not give into anger will be cherished by others in society. Those who live free from anger will be cherished and valued by others, while those who cannot control their rage are as good as absent from society. This verse contrasts two types of individuals. One, those who control their anger. They live meaningful lives and are highly respected by society. Their composure and emotional intelligence make them reliable, wise, and admirable. Second, those consumed by anger. They are compared to the dead because their uncontrolled fury isolates them and danger their relationships, making them ineffective and alienated from society. The verse underscores that mastering anger is essential for being valued and living harmoniously within a community. I like to explain this with a heart-touching story from the Mahabharata about forgiveness and self-restraint, illustrating the essence of controlling anger. Story of Draupadi and Ashwatthama. At the end of the Kurukshetra war, Ashwatthama, overcome by rage, after his father Dronacharya's death, committed a heinous act. He entered the Pandavas' camp at night and killed the 5 sons of Draupadi, mistaking them for the Pandavas.
When Ashwadhama was captured and brought before Draupadi, everyone expected her to demand vengeance. Instead, Draupadi, despite her unbearable grief, surprised everyone with her wisdom and self-restraint. She said, I know the pain of losing a son. I do not want Ashwadhama's mother to suffer the same sorrow that I am feeling now. Draupadi then urged the Pandavas to forgive Ashwadhama despite his crime. Her compassion and ability to restrain her anger at such a tragic moment exemplify the highest level of humanity and virtue. This story teaches that forgiving even those who have wronged us terribly requires immense strength, but brings peace and moral greatness. It resonates with Kural 310, emphasizing the wisdom of shunning anger and the respect such restraint earns from others. Those who are furious without control are like the dead, and those fully shun anger are like sages. Thank you, sir. Thank you, Sabu sir. Sabu sir, mute. இறந்தார் இறந்தார் அநேயர் சின்னத்தை തുറந்தாർ തുണை. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ അകത്ത് 302-ാമത്തെ കുറിലിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം, പ്രത്യേകിച്ച് വലിയോരിൽ കോപിക്കൽ ദോഷം, ചെറിയോരിൽ അതിനേക്കാൾ മറ്റൊരു പാപം, കൃത്യമായിട്ട് ആലേഖനം ചെയ്തു വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് ഞാനിതിനെ കാണുകയാണ്. കാരണം വലിയവർ കോപിച്ചാൽ അത് ദോഷമാണ്, എന്നാൽ ചെറിയവർ കോപിച്ചാൽ അതിനേക്കാളും മോശം. നമ്മളുടെ ഭവനങ്ങളിൽ, വീടുകളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അന്തരം ഇന്ന് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. മക്കൾക്കൊപ്പം അല്ലെ മാതാപിതാക്കൾക്കൊപ്പം ദേഷ്യപ്പെടുന്ന മക്കളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പുതിയ ജനറേഷൻ, നമ്മൾ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള മക്കളോട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്യം തിരുക്കുറളിൽ നിന്ന് എടുത്ത് കാണിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ പണം ലാഭമുണ്ടാക്കുന്ന കേസിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വളരെ കൃത്യമാണ്. മാതാപിതാക്കൾ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്, മാതാപിതാക്കൾ ചെയ്യുന്നത് അതിനേക്കാളും മോശമാണെന്ന് പറയുന്ന ആ മഹത്വചനത്തെ നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാം. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ, രണ്ട് ജനറേഷൻ ഒരുപോലെ ഗുണപ്രദമാകുന്ന ആ ഒരു ഭാഗമാണ്. സോ മോഹൻദാസ് സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. സാർ അൺമ്യൂട്ട് ചെയ്യൂ, സാർ അൺമ്യൂട്ട് ചെയ്യണേ. മോഹൻദാസ് സാർ അൺമ്യൂട്ട് ചെയ്യും. എൻ്റെ ഒരു സുഹൃത്ത് ആറുമുഖം സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി തിരുവനന്തപുരത്തെ ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ലൈബ്രറിയനായിരുന്നു. ഇപ്പോൾ സേലത്താണ് താമസിക്കുന്നത്. പുള്ളി എഴുതിയൊരു പുസ്തകം എനിക്ക് നൽകും, തിരുവള്ളുവരുടെ മഹത്വത്തെ കുറിച്ചുള്ള ഒരു അങ്ങയുടെ അനുഭവവും കൃതികളും എന്നുള്ള വെച്ചിട്ടുള്ളത്. അത് ഇന്ന് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. ഞാനത് വായിച്ചിട്ട് അതിൻ്റെ ഒരു സാരാംശം അടുത്ത ക്ലാസ്സുകളിലേക്ക് പറയാം. വള്ളുവ മഹത്വം. പക്ഷെ ആ ചിത്രം തന്നെ വളരെ ഒരു എന്താ ഒരു ജീവ ഇതുള്ളതുപോലെ, ഓജസ് ഉള്ളതുപോലെ കാണുന്നുണ്ട്. തിരുവള്ളുവരുടെ പഴയ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഒരു മുഖപ്രസന്നതയും ഊർജ്ജസ്വലതയൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രം. ഓക്കെ. ആദിഭവാൻ സാർ, സാറൊന്നും പറഞ്ഞില്ലല്ലോ. ആദിഭവാൻ സാർ ഒന്ന്. സാറ്, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച ചെന്നൈ പോയിരുന്നു. ചെന്നൈ ഒരു ഈ തമിഴ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേഷൻ ഒരു മോർ ദാൻ 2500 പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രം അതർ കൺട്രീസ്, പിന്നെ അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പം അവർ എല്ലാവർക്കും കൊടുത്തത് ഒരു തിരുക്കുറളാണ്. ഇതാണ് ഞാൻ മോർ ദാൻ 2500 people they have given this book as free of cost. എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുത്തത്.
പിന്നെ അതിൽ ഒരു ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തിരുക്കുറളിന് അറബിക് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാൾ, ഒരു പ്രൊഫസർ ജാഹിർ ഹുസൈൻ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഏകദേശം ഒരു 4-5 കൊല്ലത്തിന് മുമ്പാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ പുള്ളി അവിടെ പോയി അത് അവതരിപ്പിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞത്, ഇത് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല, അത്രയ്ക്ക് അവർ അതിൽ ലയിച്ചു പോയി എന്നുള്ളതാണ് പുള്ളി ഹി ഹിംസെൽഫ് ടോൾഡ്. അപ്പം അതിൻ്റെ പിന്നെ വേറൊരു കാര്യം കൂടി, ബൈബിളിനും ഖുറാനിനും ശേഷം കൂടുതൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് തിരുക്കുറൾ തന്നെ. ആ ഒരു കാര്യവും അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ സാർ, എന്നെ നല്ല ഒരു എൻജോയബിൾ ഇതായിരുന്നു, വിത്ത് ലോട്ട് ഓഫ് സ്റ്റോറീസ്. സോ താങ്ക് യു ഫോർ ദ ഈവൻറ്റ്. ഓക്കെ, സാർ പറയും. ഇന്ന് എല്ലാ വികാരങ്ങളെക്കാൾ ശക്തമായൊരു വികാരം കോപം. അതിനെപ്പറ്റിയുള്ള വ്യത്യസ്തമായ രൂപങ്ങളാണ് നമുക്കിന്ന് പറഞ്ഞു തന്നത്. മതഗ്രന്ഥങ്ങളൊക്കെ തന്നെ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഉദാഹരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ കോപം മാറ്റിവെച്ചൂടെ എന്ന ചോദ്യം നമ്മളിൽ ഉണ്ടാവും. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത്? അത് നമ്മുടെ കൂടപ്പിറപ്പാണ്. എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മാത്രമാണ് നമ്മുടെ ജോലി. അവിടെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ശരിയാണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടാൻ അവകാശമില്ല. ആ വാക്ക് ഉറപ്പിക്കുന്നു. ഞാൻ ശരിയാണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടാൻ അവകാശമില്ല. 2, ഞാൻ തെറ്റാണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടാനുള്ള അവകാശം ഇല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തെറ്റ് ചെയ്യുന്നവനാണ് കൂടുതൽ ദേഷ്യപ്പെടുകയും മറ്റുള്ളവനെ തീർക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പാടില്ല എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആക്രമിച്ച് കയറുകയാണ് കോപാന്ധൻ. കോപം കൊണ്ട് അന്ധനായവൻ. 2, കോപ അഗ്നി. അന്ധനായവൻ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ സന്മനസ് കാണിച്ച മോഹൻദാസ് സാറിനും ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ സഹായിച്ച സാബു സാറിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. റോയ് സർ. നിഷേധ വികാരങ്ങളിൽ കോപം എന്ന് പറയുന്ന ഇത് പല ആൾക്കാരും പ്രയോഗിക്കുന്നത് തിരിച്ചു കോപത്തോടെയുള്ള പ്രവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനെ കോപിക്കാതെ നേരിട്ടാൽ ഈ കോപം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എനിക്ക് അനുഭവത്തിൽ വന്നത്. അപ്പോൾ കോപിക്കാൻ ഉണ്ടായ കാരണം, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഇതിലൊക്കെയാണ് കോപങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഈ കോപത്തിന് അടിസ്ഥാനമായ കാര്യം എന്താണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സമ്മതം പാലിച്ചാൽ ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിവേ, ഈ കോപം എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാക്കിയ മോഹൻദാസ് സാറിനും സാബു സാറിനും അത് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തവർക്കും എല്ലാം അഭിനന്ദനം. താങ്ക് യു സർ. താങ്ക് യു സാർ. തീർച്ചയായും. ഇനി ആരുള്ള? ശ്രീകുമാരി മാമുണ്ട്, ഉഷാകുമാരി മാമുണ്ട്, ഓമന മാമുണ്ട്. പ്ലീസ്. താങ്ക് യു സർ. കോപം അഗ്നിയെ പോലെയാണ്. എല്ലാം ചുട്ടരിക്കാനുള്ള കഴിവ് കോപത്തിനുണ്ട്. കുടുംബ ബന്ധങ്ങളും ഭാര്യാഭർത്തൃ ബന്ധവും എല്ലാം തന്നെ അതിന് ചുട്ടരിക്കാം, ജീവൻ നൽകുകയും ചെയ്യാം കോപമില്ലാതിരുന്നാൽ. നമ്മുടെ മനസ്സെപ്പോഴും തണുത്ത ജലം പോലെ കോപമില്ലാതെ ശുദ്ധമായി ഇരുന്നാൽ
നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദുഃഖിതമായിരിക്കും. കോപം കൊണ്ട് നമുക്ക് നാശമല്ലാതെ ഒരു നന്മയും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരികയും തിരുക്കുറൾ വായിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ നന്മകളും തിന്മകളും നമുക്ക് മനസ്സിലാക്കി തരുന്ന സാവു സാറിന് പ്രത്യേകം നന്ദി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു സാർ. താങ്ക് യു മാം. യെസ്, ഓമന മാം. ഉഷ മാം പറയും. താങ്ക് യു സർ. എല്ലാവർക്കും ഡബിൾ റോളായിരുന്നു അല്ലേ? ഇന്ന് ഡബിൾ റോളായിരുന്നു. ഇന്ന് ഡബിൾ റോൾ ആയിരുന്നു സാറ്. അത് ശീലമാമാണ് 2, 5, 7 മാം. എന്ത് തിരക്കാണ് ടീച്ചറെ. എനിക്ക് പോലും അതിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വളരെ മനോഹരമായിട്ട് എനിക്ക് അത് എഴുതി സെൻഡ് ചെയ്തു. വോയിസും എനിക്ക് സെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രസന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ കുറില് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അതിന്റെ ഒരു അന്തരാർത്ഥത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ടീച്ചർ അത് ഓരോ കൂടുതലായിട്ട് പഠിച്ച് അതിന്റെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി തന്നത്. പിന്നെ ഇന്ന് നമ്മുടെ ഒരു ജീവിതത്തിലെ നിത്യജീവിതത്തിലെ നമുക്ക് ഏറ്റവും അധികം ഒരു വിഷമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കോപം തന്നെയാണ്. ആ ഒരു വിഷയമാണ് ഇന്ന് 31ാമത്തെ അധ്യായത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്തത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരികയും കൂടുതൽ കാര്യങ്ങളിലേക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം നമുക്കതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതിന് കോപം ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരമാണെങ്കിൽ കൂടി, നിഷേധ വികാരമാണെങ്കിൽ കൂടി, അവ നിയന്ത്രിക്കുന്നത് വഴി എന്തെല്ലാം നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെ സമാധാനപരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒരു പ്രക്ഷുബ്ധകരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കണം തീർച്ചയായും ഇന്നത്തെ തലമുറ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതും തോന്നുന്നു. അതിന് ഒരു കൂടുതലും അക്രമങ്ങളിലേക്കും അതുപോലെ തന്നെ അനീതിയിലേക്കും ഒക്കെ പോകുന്ന ഒരു പ്രവണത മിക്കവാറും കുടുംബാന്തരീക്ഷങ്ങളിലെ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് വളരെ ബോധപൂർവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തത്. മോഹൻദാസ് സാർ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്, കുറെ കഥകളൊക്കെ ആഡ് ഓൺ ചെയ്ത്, അതുപോലെ തന്നെ ബുക്സിലെയൊക്കെ എക്സാമ്പിൾസ് എല്ലാം ആഡ് ഓൺ ചെയ്താണ് ഇന്ന് സാർ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ ഓരോരുത്തരും മമനുമാണ് ഈ സ്റ്റോറി കൊണ്ടുവന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതും കൂടി അതിനുള്ള എത്രയോ ഒരു നമ്മൾ വളരെ സിൻസിയർ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിലൂടെ തന്നെ വളരെ ഒരു ലളിതമായ രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സ്വയം നിയന്ത്രിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെയുള്ള ഒരുപാട് ടെക്നിക്സ് നമുക്ക് അറിയുന്ന പ്രാവർത്തികമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പല സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലാണെങ്കിലും മൈൻഡ്ഫുൾനെസ് പോലെയുള്ള ഒത്തിരി ടെക്നിക്സുകളിലൂടെ നമുക്ക് കോപം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, ബിഹേവിയർ മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും വളരെ ഗ്രേറ്റ് ആയിരുന്നു. മോഹൻദാസ് സാറിന് നന്ദി, ജോഷി സാറിന് നന്ദി, സാബു സാറിന്, അതുപോലെ എല്ലാവർക്കും, ശ്രീകുമാരി മാം, ഷീൽ ടീച്ചറിന്റെ അഭാവത്തിലും ഞാൻ ആത്മാർത്ഥതയോട് കൂടി ടീച്ചറിന് നന്ദി പറയുകയാണ്. ഒരു തിരക്കിനിടയിലും ഇത്ര ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാനും എനിക്കത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ടീച്ചറിന് നന്ദി പറയുന്നു പ്രത്യേകം. താങ്ക് യു സോ മച്ച്. ഈ സത്യത്തില് ദേഷ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ശബ്ദങ്ങൾ, ചില മുഖങ്ങൾ ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായ്പ്പോഴും ദേഷ്യമില്ലല്ലോ നമുക്ക്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇത് പുറത്തിറങ്ങി വരുന്നത്. തീർച്ചയായിട്ടും. അടുത്ത ചാപ്റ്റർ ദ്രോഹം ചെയ്യായ, ഹാംലെസ്, ബീയിങ് ഹാംലെസ്. ഓക്കെ. ദ്രോഹം ചെയ്യുക. എന്തായാലും ദേഷ്യം വരാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ദേഷ്യം ആർക്ക് വേണേലും വരാൻ പറ്റും. അതിന് ഒരു ഒട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ദേഷ്യപ്പെടാൻ. പക്ഷെ ദേഷ്യം അടക്കാനാണ് സ്ട്രെങ്ത് വേണ്ടത്. അപ്പൊ അധികം ദേഷ്യപ്പെടാത്തവര് സാധുക്കളാണ് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അധികം. പക്ഷെ അവരല്ല സാധുക്കള്, ദേഷ്യപ്പെടുന്നവരാണ് സാധുക്കള്.
അപ്പോൾ ഇത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒത്തിരി എത്ര തിരക്ക് വന്നാലും ഇതൊന്ന് പിന്നെ മോഹൻദാസ് സാർ ഇടാൻ കാത്തിരിക്കുക. അതൊന്ന് ചെയ്തു വെച്ചാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. ചെയ്തു വെക്കാൻ പറ്റിയില്ലെങ്കിലോ സമയത്ത് കിട്ടാതെ പോകണ്ട മുന്നോട്ടെന്നുള്ള മട്ടിൽ സാറ് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളത് സംശയമുള്ളൂ. ആരെങ്കിലുമൊക്കെ കുറേ പേര് ഇതൊന്ന് ശ്രദ്ധിക്കുകയോ ആർക്കെങ്കിലും ഒരു നല്ലടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുകയും ചെയ്താലല്ലേ ഗുണമുള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഇതൊക്കെ മനസ്സിലാകുന്ന ആൾക്കാരാണ്. മനസ്സിലാകാത്തവരുടെ ഇടയിലോട്ട് ഈ കഥകളൊക്കെ ചെല്ലുമ്പോഴേ അവർക്കൊരു കാര്യമുള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആരെങ്കിലും പുറകെ വരുവോ അല്ലെങ്കിൽ ഒന്ന് അടുത്തൂടെ കയറി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വണ്ടി ആൾക്കാർക്ക് വരുന്ന ഒരു ദേഷ്യം അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിന് അയാളുടെ പുറകെ പോയി പണി കൊടുക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പക്കാർക്ക് നന്നായിട്ടുണ്ട്. ഈ എത്ര തിരക്കുള്ള റോഡാണേലും ആ വണ്ടി നോക്കി വെച്ച് അതിന്റെ പുറകെ പോകുന്ന ഒരു സ്വഭാവമൊക്കെ അതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അന്നേരം ചിന്തിക്കാൻ ഉള്ള ഒരു കഴിവ് ഇല്ല. എന്നാലും അതൊരു സന്തോഷമാണ് അവരുടെ പുറകെ പോകുന്നത്. ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് അവർക്ക് ഒരു അങ്ങനെ പോകുമ്പോൾ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, ആളുകൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇന്നലെയാണെങ്കിൽ ഞാൻ ഓർക്കുക, ഇന്നലത്തെ ദിവസത്തിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തോന്നി. കൊലപാതകം മാത്രമേ കേട്ടുള്ളൂ. അത് അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ പണ്ട് ഇതൊക്കെ പറഞ്ഞു വെച്ചത് നമ്മൾക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. സാബു സാറിന്റെ ഈ ഉദ്യമത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ അടുത്ത ആഴ്ച ഞാൻ ഇല്ലല്ലോ എന്നുള്ളൊരു സമാധാനക്കേടും കൂടെ സങ്കടം തോന്നുവാണ് മനസ്സിൽ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി. പിന്നെ ട്രെയിനിങ് ഉണ്ട്. അപ്പം അടുത്ത ആഴ്ച പറ്റില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നാളെ നമുക്ക് പാട്ട് വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മളുടെ ജയേട്ടൻ്റെ പാട്ടുകളാണ്. സോറി, നാളെ അല്ലല്ലോ, മറ്റന്നാൾ സാർ, നാളെയല്ല, മറ്റന്നാൾ. നാളെ എക്സാം ആണ്. കുട്ടികൾക്ക് എക്സാം ഫിയറിനെ കുറയ്ക്കാനുള്ള പി കെ ഷിഹാബ് ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സി യു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു സാർ.